ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായ രാത്രിയിൽ കർത്താവിനെ ഉയർത്തുവാൻ സർവശക്തനായ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷിക്തൻ ജഫറി പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തെ കുടുംബത്തെ ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷിക്തൻ റോസം ബ്രദറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന അഭിഷിക്തന്മാർ നമ്മുടെ നടുവിലുണ്ടല്ലോ. വർഷിപ്പ് ചെയ്ത കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷിക്തനെ മാത്യു പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. ദൈവാത്മാവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സഭയെ ഒന്നുകൂടി ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ശക്തമായി പ്രാർത്ഥിക്കുന്നു. ഒരു തിരുവചന ഭാഗം വായിച്ചതിന് ശേഷം എന്നെ പരിചയപ്പെടുത്തുവാൻ കർത്താവ് ശരണപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 21, 22 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 21, 22 വാക്യങ്ങളാണ്. കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇന്ന് രാത്രി ശുശ്രൂഷിപ്പാൻ പ്രേരണ തരുന്ന വചനഭാഗങ്ങൾ വായിച്ചു തന്നാൽ അനുഗ്രഹമായിരിക്കും. ബലവാൻ ആയുധം ധരിച്ച് തന്റെ അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലോ അവൻ ആശ്രയിച്ചിരിക്കുന്ന സർവായുധവർഗം പിടിച്ചു പറിച്ച് അവന്റെ കൊള്ള പകുതി ചെയ്യുന്നു. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകും. മതി. ആ വാക്യത്തിൽ നമുക്ക് നിർത്താം. എല്ലാ കണ്ണുകളും കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നടച്ച് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ഒരു ശുശ്രൂഷ വെളിപ്പെട്ട് വരുവാൻ, ഒരു മാനുഷികമായ ജ്ഞാനമല്ല, ദൈവാത്മാവ് തന്നെ ശക്തമായി പ്രവർത്തിപ്പാൻ, അന്തരപരിജ്ഞാനത്തോടെ പരിശുദ്ധാത്മാവ് നിർത്തുവാൻ, സഭയെ ദൈവദാസന്മാരെ ശുശ്രൂഷിപ്പാൻ കർത്താവ് അധികാരപ്പെടുത്തേണ്ടതിന് സഭ ഒരു നിമിഷം ഒന്നിനോട് ചേർന്ന് ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അടകതനകൽക്കന ശബനരപദ ജഗത വൈഡഗമന അർദ്ധദീനകൽക്കന ശാന്തന ജഗതന വൈഡന രാധാനകൽക്കന ശാന്തന ജഗതന വൈഡന ലബറബധനകൽക്കന ശാന്തന ജഗതന. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വായിക്കപ്പെട്ട തിരുവചനത്തിനായി ദൈവത്തോട് സ്തോത്രം. സഭയ്ക്ക് വേണ്ടുന്ന ആത്മീക ദൂതുകളെ കഥ പ്രകാശിപ്പിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ജനത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടണമേ. അത്ഭുതങ്ങൾ കഥാവ് ചെയ്യണമേ. ദേശത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണമേ. അതരപരിജ്ഞാനത്തോടെ കർത്താവ് നിർത്തണമേ. ഈ നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ കർത്തൃത്വത്തിലായിരിക്കട്ടെ. യേശു എന്ന രക്ഷകന്റെ നാമം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ഉയരപ്പെടട്ടെ. വാഴ്ചകൾ ഞങ്ങളുടെ മുമ്പിൽ കീഴടങ്ങട്ടെ. അധികാരങ്ങളും കർത്തൃത്വങ്ങളും തകരട്ടെ. സ്വർഗീയ വാഴ്ചയെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ ഞങ്ങൾക്ക് ലഭിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കരം ചലിക്കേണ്ടതിനായി ദൈവത്തോട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. കർത്താവിൻ്റെ അഭിഷിക്തൻ ഓർമ്മപ്പെടുത്തിയതുപോലെ എൻ്റെ പേര് ജെയിൻ രവി. പന്തളത്തുനിന്നാണ് കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി ആയിരിക്കാൻ കർത്താവ് എന്നെ സഹായിച്ചത്. എനിക്ക് ഭാര്യ, 3 കുഞ്ഞുങ്ങൾ അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഈ സഭയിൽ വരുവാൻ ദൈവം നല്ല അവസരം തന്നു. ഇതിനു മുമ്പൊരവസരത്തിൽ ഈ ചർച്ചയിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. ആരാ വിളിച്ചെന്ന് ഓർക്കുന്നില്ല, എന്നാൽ അന്ന് വരുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ മനോഹരമായ വേദി വീണ്ടും ദൈവം ഒരുക്കി തന്നല്ലോ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. എൻ്റെ സ്വദേശം തൊടുപുഴ വണ്ണപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുന്ന് കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് രക്ഷിക്കപ്പെട്ടതിന് ശേഷം പന്തളത്ത് സെറ്റിലായിരിക്കുന്നു. എൻ്റെ വൈഫ് ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്നു.
യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ഞങ്ങളുടെ ഇരു പശ്ചാത്തലങ്ങൾക്കകത്തൊന്നും മാതാപിതാക്കന്മാരോ സഹോദരങ്ങളോ യേശുവിനെ അറിഞ്ഞിട്ടില്ല. അവർ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ കർത്താവായ യേശുവിനെ തിരിച്ചറിഞ്ഞ ഈ സത്യം മനസ്സിലാക്കിയ അന്ന് മുതൽ യേശുവിനായി വേർതിരിയപ്പെടുവാൻ കർത്താവ് വലിയ ബലവും ധൈര്യവും എൻ്റെ ജീവിതത്തിൽ തന്നു. അതാദ്യമൊക്കെ ബന്ധങ്ങൾക്ക് നടുവിൽ നിന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ ഒത്തിരി ഭാരവും നിന്ദയും പ്രയാസവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കർത്താവ് ബലപ്പെടുത്തി, കർത്താവ് ശക്തീകരിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ തക്കവണ്ണം കർത്താവ് പ്രാപ്തിയിലേക്ക് കൊണ്ടുവന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സാക്ഷ്യമായിട്ടും വചനമായിട്ടും ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർ ഉറപ്പിക്കണമെന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന പ്രേരണ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ചലനത്തിൽ പോകുന്ന സഭയായതുകൊണ്ട് വെളിപ്പെട്ട് വരുമെന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ അത് ചെയ്യും. ഞാൻ സാക്ഷ്യം പറഞ്ഞത് കൂടുതൽ പ്രാഗൽഭ്യങ്ങളൊന്നും എടുത്തു പറയാനില്ല. ആത്മാവ് തരുന്ന ബലമല്ലാതെ, ആത്മശക്തി അല്ലാതെ എടുത്തു പറയുവാൻ പ്രത്യേക പ്രാഗൽഭ്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യും. പ്രത്യേകിച്ച് സഭയുടെ പ്രാർത്ഥന, അതിൻ്റെ അധികാരം ഒരു പ്രത്യേക തലമാണ്. അതിനെക്കുറിച്ച് എനിക്ക് വളരെ ആഴത്തിൽ ബോധ്യമുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു 7 ദിവസം മുമ്പ് കർത്താവ് സഭയുടെ പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ കാരണം കഴിഞ്ഞ 10 തീയതി മുതൽ 13 വരെയാണ് തോന്നുന്നു. ഞാൻ ആന്ധ്രയിൽ ഒരു മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടായിരുന്നപ്പോൾ 3 ദിവസത്തെ മീറ്റിംഗ്, 4ാമത്തെ ദിവസം ഒരു സഭയുടെ പ്രവർത്തനം, 2-3 സ്നാനങ്ങൾ, ഇതുമായൊക്കെ ബന്ധപ്പെട്ട് രാത്രിയിലെ മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോൾ ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത നിലവാരത്തിൽ കുളിര് കയറുന്നത് പോലൊരു ഭാരം പെട്ടെന്ന് എൻ്റെ ശരീരത്തിലുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഏകദേശം ഒരു 12 മണി കഴിഞ്ഞ സമയത്താണ് പെട്ടെന്ന് അസ്വസ്ഥത ഉണ്ടായത്. ഞാൻ കിടന്ന റൂമിൻ്റെ AC ഓഫ് ചെയ്തു, ജനൽ തുറന്നിട്ട്, കാരണം അവിടെ നല്ല ചൂടകത്തേക്ക് കയറാൻ വേണ്ടി. എന്നിട്ടും എൻ്റെ ശരീരത്തിൻ്റെ കുളിര് മാറുന്നില്ല. ഞാൻ വിചാരിച്ചു പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതയായിരിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരരും പുറത്ത് അദ്ദേഹം കിടന്ന് അവിടെ ഇതുപോലെ ഭയങ്കരമായൊരു അസ്വസ്ഥതയുണ്ടായി. പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ഒരു ബോധ്യം തന്നു, ഇത് നിൻ്റെ മിനിസ്ട്രിയോടുള്ള ഒരു പോരാട്ടമാണ്. പ്രത്യേകിച്ച് നാളെ സ്നാനം നടക്കുന്നു. സഭയുടെ പ്രവർത്തനത്തിന് വേണ്ടി പുതിയൊരു പ്രവർത്തനം, എൻ്റേതല്ല മറ്റൊരാളുടെ പ്രവർത്തനത്തിന് വേണ്ടി മിനിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇതൊരു പോരാട്ടമാണെന്ന് ചിന്തിച്ചെങ്കിലും എഴുന്നേക്കാൻ കഴിയുന്നില്ല, ശരീരത്ത് പൊങ്ങാൻ കഴിയുന്നില്ല, സ്തോത്രം ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ ആ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പയ്യൻ, അദ്ദേഹത്തിന് പിന്നെ ഹോളിൽ കിടക്കാൻ പേടി തോന്നിയത് കൊണ്ട്, അദ്ദേഹം പുതിയതായി വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്, പേടി തോന്നിയത് കൊണ്ട് അദ്ദേഹം ചോദിച്ചു, പാസ്റ്റർ നിങ്ങളുടെ കൂടെ റൂമിൽ ഞാൻ ഇരുന്നോട്ടെ? സ്തോത്രം. ഞാൻ അനുവാദം കൊടുത്തു. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് നടത്തുന്ന സഭയുടെ ഒരു സൂം മീറ്റിംഗ് രാവിലെ 4 തൊട്ട് 5 മണി വരെയുണ്ട്. ഈ സൂം മീറ്റിംഗ് കേൾക്കുവാൻ, അറ്റൻഡ് ചെയ്യാൻ അദ്ദേഹം ആ മീറ്റിംഗ് ഓപ്പൺ ചെയ്തതും ഈ അഭിഷിക്തന്മാരും സഭയും അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും എൻ്റെ ശരീരത്തിൽ നിന്ന് ഈ കുളിരും ക്ഷീണവും മാറിപ്പോയി. സ്തോത്രം. അവിടെ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ ഭൃത്യന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അഭിഷിക്തന്മാർ ഒരുമിച്ച് ആരാധിക്കുന്ന ആരാധന, അത് ശക്തമാണ്. സ്തോത്രം. ഒരു പക്ഷെ പിറ്റേ ദിവസം പൊങ്ങാൻ കഴിയാതെ ശരീരത്തെ ഒതുക്കുമെന്ന് പറഞ്ഞ ആ വ്യാപാര ശക്തിയെ തകർക്കാൻ ഒരു സൂം മീറ്റിങ്ങിൽ കൂടി സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. അവരുടെ പ്രയർ വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് കേട്ട് കിടന്ന എൻ്റെ ശരീരത്തിൽ ഒരത്ഭുതം നടന്നെങ്കിൽ സഭയ്ക്ക് മേൽ വ്യാപരിക്കുന്ന അധികാരം എന്തെന്ന് ഇന്ന് രാത്രി ദൈവജനം തിരിച്ചറിഞ്ഞ് അധികാരത്തോടെ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അത് കോട്ടകൾ പൊളിയുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് രാത്രി ദൈവജനത്തോട് ആലോചന പറയാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന ആത്മമണ്ഡലത്തിലാണെങ്കിൽ ദൈവപ്രവൃത്തി ശക്തമായി വെളിപ്പെടും. ജൽപ്പന പ്രാർത്ഥന കൊണ്ടൊന്നും നേടാനില്ല.
ഒന്നും നടക്കത്തില്ല. എൻ്റെ വിഷയം ബലവാനെ പിടിച്ചു കെട്ടുക എന്നുള്ളതാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ ചിന്തയിലേക്ക് എന്നെ കൊണ്ടുപോകുകയാണ്. ജൽപ്പന പ്രാർത്ഥന കൊണ്ട് ഒന്നും നടക്കത്തില്ല. എന്നാൽ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ സഭയ്ക്കൊപ്പം ദൈവജനം എഴുന്നേൽക്ക്. ദൈവപ്രവൃത്തി അത്ഭുതങ്ങൾ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്ത് ദൈവിക ജയത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം. ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ട് 21 വർഷം. കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് രക്ഷിതാവും കർത്താവുമാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ കർത്താവിനെ അഭിഷേകം ചെയ്തു. പിന്നെ ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാതെ ദൈവസന്നിധിയിൽ ഇറങ്ങിത്തിരിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർ ഇറങ്ങിത്തിരിച്ച് ആദ്യത്തെ 10 വർഷം ജീവിതത്തിൻ്റെ ഭാരവും മറ്റുള്ളവർ ഏൽപ്പിക്കുന്ന നിന്ദയും പരിഹാസവും ഒക്കെ കേട്ട് ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിക്കും. കർത്താവെ എന്നെ മാനിക്കണം, കർത്താവെ എന്നെ ഉയർത്തണം, കർത്താവെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. പ്രത്യേകിച്ച് എൻ്റെ പിതാവ് ഞങ്ങളുടെ ദേശത്ത് തൊടുപുഴ വണ്ണപ്പുറം, അവിടുന്ന് 5 കിലോമീറ്ററിൻ്റെ അകത്ത്, ഇവിടെ അടുത്ത പ്രദേശമായതുകൊണ്ട് ഒരു ക്ഷേത്രമില്ലാത്തത് കൊണ്ട് മറ്റൊരു സ്ഥലത്തിൽ നിന്ന് ഒരു വിഗ്രഹത്തെ വില കൊടുത്തു വാങ്ങിച്ച്, അദ്ദേഹം ഒരു ഹിന്ദു ഭക്തനല്ല, പക്ഷേ വില കൊടുത്തു വാങ്ങിച്ചൊരു വസ്തുവിൽ കുഴിച്ചിട്ട് ദേശക്കാർക്ക് വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിച്ച പിതാവാണ്. സ്തോത്രം. പിതാവിൻ്റെ പിതാവ് സ്വാതന്ത്ര്യ സമരസേനാനിയാണ്. അതുകൊണ്ട് ആ ഒരു ബന്ധത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വളരണമെന്ന് ചിന്തിച്ച് അവൻ ഞാനും വളർന്നു വന്നുവെങ്കിലും ഈ വിഗ്രഹത്തെ കൊണ്ടുവച്ച് അതിനെ സേവിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ വീടിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു, ശാപത്തിലായി, എല്ലാ മേഖലകളും തകർന്ന് ഈ എറണാകുളം പട്ടണത്തിൽ നശിച്ചു പോയൊരു വ്യക്തിയാണ് ഞാൻ. സ്തോത്രം. മദ്യപാനം മുതൽ സകല ദുശീലങ്ങൾക്കകത്തും അടിമപ്പെട്ട്, ഞാൻ പഠിച്ച ഹോട്ടൽ മാനേജ്മെൻ്റാണ്, ഇവിടെ ജോലി ചെയ്ത് എല്ലാ ദുശീലങ്ങൾക്കും അകത്ത് അടിമപ്പെട്ട് തകർന്നു നശിച്ചു പോയ എന്നെ പിടിപ്പിച്ചത് യേശുവിൻ്റെ രക്തമാണ്, യേശുവിൻ്റെ സ്നേഹമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ നശിച്ചു നിൽക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ സഹോദരി യേശു ക്രിസ്തുവിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് ഹൈന്ദവ മാർഗത്തിലേക്ക് കൊണ്ടുവരണം, അതല്ലെങ്കിൽ കൈയടിച്ച് ആരാധിക്കുന്ന കൂട്ടത്തിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും വിഭാഗത്തിലേക്ക് വിടണമെന്നൊക്കെ ചിന്തിച്ച് 21 വർഷം മുമ്പ് പന്തളത്ത് ചെന്നത്. എന്നാൽ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം നടത്തി വന്ന ഒരു പ്രവർത്തനവും, അതൊരു ഓർഫനേജ്, ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, പ്രവർത്തനവും അവിടുത്തെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയും എന്നെ മാനസാന്തരത്തിലേക്ക് നടത്തി. ഈ ലോകത്തിൻ്റെ ശക്തന്മാരായ അഭിഷിക്തന്മാരല്ല എന്നോട് സുവിശേഷം പറഞ്ഞത്. ലോകത്തിൽ സമാധാനം ലഭിക്കാതെ എല്ലാവിധത്തിലും തകർക്കപ്പെട്ട് ഒരു നേരം കിടക്കുവാൻ പാർപ്പിടമില്ലാതെ അപ്പൻ്റെ അമ്മയുടെ സ്നേഹം നിഷേധിക്കപ്പെട്ട് അനാഥാലയത്തിൽ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞു. അവർ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, സമാധാനം തരുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ സന്തോഷത്തിന് കാരണം എന്താ? കാരണം എനിക്ക് മാതാവുണ്ട്, പിതാവുണ്ട്, സഹോദരവർഗങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ട് സമാധാനം പ്രാപിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, അപ്പനില്ലാതിരുന്നിട്ടും അമ്മയില്ലാതിരുന്നിട്ടും ലോകത്തിൽ എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടും തിരസ്കരിക്കപ്പെട്ടിട്ടും നിങ്ങൾ ഈ സമാധാനം അനുഭവിക്കുന്നത് എന്താ? അവർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വന്ന് യേശുവിനെ കണ്ടു, പരിശുദ്ധാത്മാവെന്ന ദാനം ഞങ്ങളുടെ മേൽ വന്നു, ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഈ സമാധാനം ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത്. എന്നിട്ട് ആ തലമുറകൾ എൻ്റെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരോടുകൂടെ അവരുടെ ഇഷ്ടം നിവർത്തിച്ചു കൊടുക്കാൻ ഒറ്റ പ്രാർത്ഥനയ്ക്കിരിക്കാമെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പോയിരുന്നതാ. കഴിഞ്ഞ 21 വർഷമായി ഒരു പ്രാർത്ഥന മനുഷ്യനായി ജീവിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ബലപ്പെടുത്തിയെങ്കിൽ, സഭയുടെ പ്രാർത്ഥന, ദൈവജനത്തിന്റെ പ്രാർത്ഥന, പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന ദേശത്തെ തൊടുമെന്നും ജനത്തെ വിടുവിക്കുമെന്നും കോട്ടകളെ തകർക്കുമെന്നും ഇന്നു രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായും ദൈവത്തിന് പ്രിയപ്പെട്ടവരോട് ആലോചന പറയാൻ ആത്മാവിടപെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരോട് ചേർന്ന് കർത്താവിനെ മനസ്സിലാക്കിയത് കൊണ്ട്
പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നു. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കടന്നു വന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു വന്നിരിക്കുന്ന സമയത്ത് 10 വർഷം ജൽപ്പനം ചെയ്ത് പ്രാർത്ഥിച്ചു. കാരണം ജാതികളുടെ മണ്ഡലത്തിൽ നിന്ന് വരുന്ന നിന്ദ മാറാൻ, സ്തോത്രം, പരിഹാസം മാറാൻ, വേദന മാറാൻ, ഒറ്റപ്പെടൽ മാറാൻ, ഒരു നല്ല നന്മകൾ ഉണ്ടാകാൻ, വഴികൾ തുറക്കാൻ ഒക്കെ ഒത്തിരി പ്രാർത്ഥിച്ചു. ഒരു നന്മയും കണ്ടില്ല. സ്തോത്രം. അന്നേരം കർത്താവ് എന്നോട് പറഞ്ഞു, ഈ തലമൊക്കെ വിട്ടിട്ട് ആത്മതലത്തിലേക്ക് കയറി പരിശുദ്ധാത്മ പ്രേരിപ്പിക്കുന്ന വിഷയത്തിന് നീ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അതാ നിന്റെ മേലുള്ള ഉത്തരവാദിത്വം. ഈ ഒരു മർമ്മം ദൈവത്തിന്റെ ആത്മാവ് തന്നതും ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ ജൽപ്പന പ്രാർത്ഥന മാറ്റിക്കളഞ്ഞിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങി. നമ്മുടെ പിതാവ് സൽഗുണ പൂർണ്ണനാണ്. നീ ചോദിക്കുന്നതിന് മുന്നമേ നിന്റെ ആവശ്യം ഇന്നതെന്നറിയുന്ന ഒരു സ്വർഗമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ സഭ എഴുന്നേൽക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. ആദ്യത്തെ 11 വർഷത്തിൽ ഒരു അത്ഭുതവും നടന്നില്ല. എന്നാൽ പിന്നത്തെ 10 വർഷം ചിന്തിച്ചു നോക്കുമ്പോൾ അത്ഭുതങ്ങളുടെ വാതിലുകൾ ചോദിക്കാതെ തന്നെ ദൈവം തുറന്നു തുടങ്ങി. ദൈവരാജ്യം അന്വേഷിക്കാൻ ഒരു മനസ്സുണ്ടോ? അവന്റെ സന്നദ്ധിയിൽ നിൽക്കാൻ ഒരു മനസ്സുണ്ടോ? നീ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ ആഗ്രഹത്തെ കാണുന്ന ഒരു പിതാവാണ് നമ്മുടെ ദൈവമെന്ന് തിരിച്ചറിഞ്ഞ് ആത്മതലത്തിലേക്ക് കയറി വരാൻ പരിശുദ്ധാത്മാവ് ശക്തമായി സഭയെ പ്രേരിപ്പിക്കാൻ പരിശുദ്ധാത്മാ പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥന ആത്മമണ്ഡലത്തിൽ വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രത്യേകിച്ച് ക്രിസ്തീയ ജീവിതം വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയുടെ സ്ഥിരത ഉറച്ചേ പറ്റത്തുള്ളൂ. സ്തോത്രം, സ്തോത്രം. നമ്മുടെ വിഷയം ബലവാനെ പിടിച്ചു കെട്ടാനാ. ബലവാൻ പിടിച്ചു കെട്ടപ്പെടണമെങ്കിൽ ആത്മതലം വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. സ്തോത്രം. നമ്മുടെ എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്. ഒന്നിടാമോ 18-ാം വാക്യം? സകല പ്രാർത്ഥനയാലും അവിടെ പറയുന്നത് സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ എങ്ങനെ പ്രാർത്ഥിക്കണം? ആത്മാവിൽ പ്രാർത്ഥിക്കണം. എപ്പോൾ പ്രാർത്ഥിക്കണം? ഏതു നേരത്തും. സ്തോത്രം, സ്തോത്രം. അങ്ങനെ ഒരു തലം പ്രകാശിച്ച് കിട്ടിയാൽ നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമാകും. നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമാകും. ഇതിൻ്റെ അകത്തുനിന്ന് ഉറപ്പുള്ളവരെ പണിതെടുക്കാൻ പരിശുദ്ധമായി ശക്തീകരിക്കാൻ പോവുക. സ്തോത്രം. ഞാനിവിടെ വന്നിരുന്നപ്പോൾ കർത്താവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ഒരു കാണിച്ചൊരു വെളിപ്പാട്. ഈ കൊല്ലന്റെ ആലയിൽ അവൻ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ വേണ്ടി തീക്കകത്തേക്ക് ഇടുന്നത് പോലെ ഇതിൻ്റെ അകത്തേക്ക് വരുന്നവരെ ആ തീക്കനലിലേക്കിട്ട് അതിനെ ഒന്ന് പഠിപ്പിച്ച് ഒരു മൂർച്ചയുള്ള ആയുധമായി ആത്മമണ്ഡലത്തിൽ പ്രയോജനപ്പെടാൻ അന്ത്യകാലത്തിന്റെ മിനിസ്ട്രി ചെയ്യേണ്ടതിന് ഉറപ്പും ധൈര്യവുമുള്ള ഒരു കൂട്ടത്തെ പണിതെടുക്കാൻ ദൈവസഭയെ അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവാത്മാവ് എനിക്കൊരു വെളിപ്പാട് ശക്തമായി തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആ വിഷയത്തിൽ നിൽക്കാൻ ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഈ പ്രാർത്ഥനയുടെ സ്ഥിരത ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കും. അത് പഠിക്കുന്നത് വരെ ദൈവം ചില വിഷയത്തിന്റെ മുമ്പിൽ ഇരുത്തുകയും ചെയ്യും. സ്തോത്രം. വളരെ യാദൃശികമായിട്ടാണ് ഞാൻ ഇന്ന് യോശുവയുടെ പുസ്തകം വായിച്ചു. സ്തോത്രം. ചിന്തിച്ചു. ഇവിടെ വന്നപ്പോൾ കർത്താവിന്റെ അഭിഷിക്തൻ 6-ാം അധ്യായത്തിൽ നിന്ന് എടുത്തുച്ചരിച്ച് അമ്മൻ ഒരു പ്രബോധനം പോലെ നമുക്ക് അല്പസമയം ഒരു പ്രവചന ദൂത് പോലെ അതിൽ നിന്ന് തന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, ആത്മാവിനെ പറയട്ടെ, യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ അവൻ ദൈവജനം യോർദാന്റെ തീരത്ത് 3 ദിവസം ഇരുത്തപ്പെട്ടു. സ്തോത്രം.
സ്തോത്രം. ചെങ്കടൽ തുറന്ന ദൈവത്തിന്, വഴി ഒരുക്കിയ ദൈവത്തിന് അവിടെ അത്ഭുതം ചെയ്ത് വേഗത്തിൽ കയറ്റിവിടാൻ പറ്റത്തില്ലേ? സ്തോത്രം. ഇവര് വന്ന സമയം യോർദാൻ കരകവിഞ്ഞൊഴുക്കുന്ന സമയമാ. അവിടെ യോശുവ അധികാലത്തെഴുന്നേറ്റു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എഴുന്നേൽക്കണം. വ്യക്തിപരമായി ദൈവത്തിൽ എഴുന്നേൽക്കണം. സഭ എഴുന്നേൽക്കുന്നത് പോലെ തന്നെ ഓരോ വ്യക്തികളും ആത്മമണ്ഡലത്തിൽ എഴുന്നേൽക്കണം. നിങ്ങളുടെ മേലൊരു ലീഡർഷിപ്പ് ഉണ്ട്, നിങ്ങളുടെ മേലൊരു ശുശ്രൂഷയുണ്ട്. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരായി ആത്മതലത്തിൽ തീരേണ്ടവരാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരോട് ആലോചന പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ കർത്താവ് ആ വിഷയത്തിന്റെ നടുവിൽ അല്പ ദിവസം ദൈവം ഒന്ന് ഇരുത്തി. സ്തോത്രം. ചില വിഷയങ്ങൾക്കകത്ത് ദൈവം നമ്മളെ ഒന്ന് ഇരുത്തും. അത് നമ്മളെ തീർത്ത് കളയാനല്ല, അത് അവസാനിക്കാനല്ല, ആ വിഷയം നമ്മളെ മൂടിക്കളയാനല്ല. വിഷയത്തിന്റെ ആഴമൊന്ന് നമ്മളെ പഠിപ്പിച്ചിട്ട് ഇതിന്റെ അക്കരെ എത്താൻ ദൈവകൃപ വേണമെന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ച് വഴി തുറക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ പിതാവെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി സഭയോട് ആലോചന പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ചില വിഷയത്തെ ജയിക്കണോ, എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. അധികാലത്താ യോശുവ എഴുന്നേറ്റത്. സ്തോത്രം, എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. ദേശത്തൊന്ന് എഴുന്നേൽക്കണം, കുടുംബത്തിലൊന്ന് എഴുന്നേൽക്കണം, ആത്മാവിലൊന്ന് നിൽക്കണം. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, 2 പശ്ചാത്തലത്തിൽ നിന്നാണ് രക്ഷിക്കപ്പെട്ടത്. പോരാട്ടത്തെ കുറിച്ച് ചിന്തിച്ച പോരാട്ടമാ. അതുകൊണ്ട് അങ്ങോട്ട് ചിന്തിക്കാതെ യേശുവിനെ മനസ്സിലാക്കി ആത്മാവിൽ ആരാധിച്ച് പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിച്ചെഴുന്നേൽക്കുമ്പോൾ അത്ഭുതങ്ങൾ ചെയ്യുന്നത് ദൈവം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. എഴുന്നേൽക്കണം. നമ്മൾ ക്ഷീണിപ്പിക്കും, തളർത്താൻ നോക്കും. എന്നാൽ അധികാലത്ത് എഴുന്നേറ്റു. ഈ യോർദാനെ എങ്ങനെ മറികടക്കാമെന്നുള്ള ജ്ഞാനം ദൈവം തന്നെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ടല്ലേ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ പാദം എടുത്തു വെക്കുമ്പോൾ യോർദാൻ നിൽക്കുമെന്നുള്ള ബോധ്യം കിട്ടിയത്. ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു. എങ്ങനെ പ്രശ്നത്തെ അതിജീവിക്കാമെന്ന് ഊഹാഭോഗത്തിൽ ചുറ്റാനല്ല സഭയെ ദൈവം വിളിച്ചത്. വ്യക്തമായ ജ്ഞാനത്തോടെ, വ്യക്തമായ ഗൈഡൻസോടെ, വ്യക്തമായ ശബ്ദത്തോടെ ചിലതിന് മീതെ നിൽക്കാൻ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമെന്ന് ഇന്നു രാത്രിയിൽ ആത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. ഞാനത് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ജീവിതത്തിന്റെ ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ അകത്ത് എങ്ങനെ പരിഹരിക്കപ്പെടാൻ കഴിയുമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന ഒരു 3 വ്യക്തികളെ കർത്താവിനെ കാണിക്കുന്നു. അത് ഈ ഭാഗത്താ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം പറയുന്നു, നീ ആത്മാവിൽ ആരാധിച്ചോ, നീ ആത്മാവിൽ പ്രാർത്ഥിച്ചോ, നിന്നെ ഒതുക്കുന്ന ആ വ്യാപാര ശക്തികളെ തകർത്തു ദൈവാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഇന്നു രാത്രി പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ തോറ്റുപോകത്തില്ല. വെറുതെ പ്രാർത്ഥിക്കുന്നവരല്ല, ആത്മാവിൽ മർമ്മത്തെ ഗ്രഹിച്ച് യേശുവിന്റെ ആത്മാവിനെ പ്രാപിച്ച് അധികാരത്തോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളെ തോൽക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നു. കർത്താവ് അങ്ങനെ ഒരു വെളിപ്പാടിനെ ശക്തമായി കാണിക്കുന്നു. ഒന്ന് ഹാർട്ടുമായി ബന്ധപ്പെട്ട് ദൈവിക സൗഖ്യം ഇതിനകത്ത് നടക്കുന്ന ഒരു വെളിപ്പാട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഹാർട്ടുമായി ബന്ധപ്പെട്ട് ലജ്ജയില്ലെങ്കിൽ കരമുയർത്തിയാൽ ഒന്ന് പ്രാർത്ഥിക്കാം.
ഇന്ന് രാത്രി നിന്റെ ഹാർട്ടിന് മേൽ സൗഖ്യം വരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ആ സൗഖ്യം ആ ആന്റിയുടെ മേൽ നടക്കട്ടെ. അത്ഭുതം ഇപ്പോൾ നടക്കട്ടെ. വിടുതൽ ഇപ്പോൾ നടക്കട്ടെ. ദൈവപ്രവൃത്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രഖ്യാപിക്കുന്നു. വീണ്ടും സൗഖ്യം ഇതിനകത്ത് കഥ അയച്ചുകൊണ്ടിരിക്കുന്നു. സൗഖ്യം ഇതിനകത്ത് അയച്ചുകൊണ്ടിരിക്കുന്നു. അടകതര ചില മരണവ്യാപാരങ്ങൾ ദൈവാത്മാവിൽ കീഴടങ്ങി മാറുന്ന ഒരു കാഴ്ച. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചോ. യോർദാൻ ഒരു മരണ നിഴലാണെങ്കിൽ ഇന്ന് രാത്രി ചിലതിന് മേൽ അഭിഷേകം പ്രാപിച്ചവർ കാലെടുത്തു വെക്കുമ്പോൾ ആ മരണ വ്യാപാരത്തെ എന്റെ ദൈവം ശാസിക്കുന്ന ദൈവപ്രവൃത്തി അടകതര കഥാവിനെ കാണിക്കുന്നു. ഈ ബ്രോങ്കൈറ്റിസുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്ന വ്യക്തി, ശ്വാസം മുട്ടലുമായി ബന്ധപ്പെട്ട്, അലർജിയുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്ന വ്യക്തി ഇന്ന് രാത്രിയിൽ ആത്മാവിൽ അതിനെ കുടഞ്ഞു കളഞ്ഞു. ഒരു ജയം വെളിപ്പെടാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിലെ രോഗവ്യാപാരം ഇപ്പോൾ സഭ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ തകരട്ടെ. ശബനരമതജഗതം അടക മന ധര 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 ശബനരമതജഗതം അടക ധരകൽക്കന റീതരം. ചിലരുടെ ശരീരത്തിലേക്ക് മഹത്വം ഇറങ്ങുന്നത് ആത്മാവിനെ കാണിക്കുന്നു. ശരീരത്തിലേക്ക് മഹത്വം ഇറങ്ങുന്നത് പോലെ ഇവിടെ പറയപ്പെടുന്ന രോഗം മാത്രമല്ല, അല്ലാതെ തന്നെ ഭാരപ്പെടുന്ന രോഗവ്യാപാരങ്ങളെ ഇന്നു രാത്രിയിൽ എന്റെ സ്വർഗം അത്ഭുതകരമായി അവൻ സൗഖ്യമാക്കുന്നത്. അടകഥന വൈറ്റമിനുമായി ബന്ധപ്പെട്ട് ഒരു തലമുറയുടെ വിഷയത്തിൽ അവൻ വ്യാപരിക്കുന്ന കുരുക്ക്, കഥ വടിക്കുന്ന വെളിപ്പാട് ദൈവാത്മാവിനെ കാണിക്കുന്നു. ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന വിഷയങ്ങളാണ്. ഒന്ന് കരമുയർത്തിയാൽ ഞങ്ങൾ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വൈറ്റമിനുമായി ബന്ധപ്പെട്ട് ഒരു തലമുറയുടെ വിഷയത്തിൽ ദൈവിക സൗഖ്യം അയക്കുന്നത് ദൈവാത്മാവിനെ ശക്തമായി കാണിക്കുന്നു. അടകതരകൽക്കന അർദ്ധദീനകൽക്കന ആ രക്തത്തിൻ്റെ അകത്ത് വൈറ്റമിൻ്റെ കുറവ് പോലെ വരുത്തി, കൂടെ അവൻ പനി പോലെ അസ്വസ്ഥതകൾ വരുത്തി ബലഹീനപ്പെടുത്തുന്ന രോഗശക്തിയെ ദൈവാത്മാവ് തകർക്കുന്നത് ആത്മാവിനെ കാണിക്കുന്നു. ആ വിഷയത്തോട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മാതാവൊന്ന് കരമുയർത്തിയാൽ ആ തലമുറയ്ക്ക് മേൽ വിടുതൽ കിട്ടുമെന്ന് ഇന്ന് രാത്രി സ്വർഗമെന്നോട് ശക്തമായും ഇടപെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ സൗഖ്യം നടക്കട്ടെ. അത്ഭുത വിടുതൽ നടക്കട്ടെ. കഥാവത് ചെയ്തത് കൊണ്ട് ദൈവത്തോട് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, ചില വിഷയങ്ങളിൽ കഥാവ് നമ്മളെ ഒന്ന് ഇരുത്തും. ഇത് തോൽപ്പിക്കാനല്ല, ചിലതിൻ്റെ ആഴമൊന്ന് പഠിപ്പിക്കാനാ. ദൈവാത്മാവൊന്ന് പഠിപ്പിച്ചെഴുന്നേൽപ്പിക്കും. ചില വിഷയങ്ങൾക്കകത്ത് ഇരുത്തി പഠിപ്പിച്ച് മറുകര കയറ്റി വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ശക്തമായും ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ ദൂതു പറയാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. സ്തോത്രം. പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? സ്തോത്രം. പ്രാർത്ഥിക്കാൻ കഴിയാത്ത പോരാട്ടത്തെ ശാസിക്കാൻ പറ്റുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ജൽപ്പനം ചെയ്ത് എത്ര സമയം വേണമെങ്കിലും പ്രാർത്ഥിക്കാം. പക്ഷെ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് മടിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ജയിച്ച് കയറി വരാൻ ദൈവാത്മാവ് ശക്തമായി ഇന്ന് രാത്രി ആലോചന പറയുകയാണ്. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ,
നമ്മൾ നിൽക്കുന്ന ചില ആധിപത്യ മേഖലകൾക്കകത്ത് ഒരു ജയം വെളിപ്പെട്ടു വരണമെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ച് വ്യക്തിപരമായി എഴുന്നേൽക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ദൈവത്തിന് പ്രിയപ്പെട്ടവരെ ഉറപ്പിച്ചു പറയാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജയിക്കാൻ പറ്റും. ജയം ദൈവം തരും. ഏതാ ഭാരം? ദൈവകരത്തിൽ ഏൽപ്പിക്ക്, ആത്മാവിൽ പ്രാർത്ഥിക്ക്, അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. സ്തോത്രം. ഒരിക്കല് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കർത്താവിന് വേണ്ടി നന്നായി പ്രയോജനപ്പെടണമെന്നും മിനിസ്റ്റർ ചെയ്യണമെന്നും ദൈവവേലയിൽ മാത്രം നിൽക്കണമെന്നുമാണ്. സ്തോത്രം. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചൊക്കെ വരുന്നൊരു സമയത്ത്, പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് എനിക്ക് ശരീരത്തിൻ്റെ അകത്ത് ഭാരമുണ്ടായി. സ്തോത്രം. ഒരു 10-16 പ്രാവശ്യം അറ്റാക്ക് അടിച്ചു. സ്തോത്രം, സ്തോത്രം. ഹാർട്ടിൻ്റെ മസിൽസ് എല്ലാം തകർന്നു. അറ്റാക്കാന്ന് അറിഞ്ഞില്ല. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർമാർ പറഞ്ഞു, ഇനി കൈയടിക്കാൻ പോകരുത്. സ്തോത്രം. ഇനി ആരാധിക്കരുത്. സ്തോത്രം. ശബ്ദം കേൾക്കുന്നിടത്ത് പോകരുത്. 10 വർഷമായി ശബ്ദം കേൾക്കുന്നിടത്ത് പോകരുത്. സ്തോത്രം. ഇങ്ങനെ അവർ വളരെ നിരാശകരമായ നിലവാരത്തിൽ ഒരു കുറിപ്പിടയൊക്കെ തന്നെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ വന്ന് 5-6 ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് ആശ്വസിപ്പിക്കാൻ വന്നു. 1-2 പേര് ഫോൺ വിളിച്ച് ആശ്വസിപ്പിച്ചു. 1-2 പേര് പ്രവചനം പറഞ്ഞു. അതിനകത്ത് ഒരു പ്രവചനം, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. സ്തോത്രം. എന്ന് വെച്ചാൽ പോകാൻ സമയമായി, സമയം കഴിഞ്ഞു, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. സ്തോത്രം. മറ്റൊരു പ്രവചനം, ഞാൻ പ്രവാചകന്മാരെ തെറ്റ് പറയുകയല്ല, എന്നാൽ നല്ലതിനെ മുറുകെ പിടിക്കണം, നമ്മളെ തെറ്റിക്കുന്നതിനെ മാറ്റിക്കളയണം. സ്തോത്രം. മറ്റൊരാൾ പറഞ്ഞു, ദൈവദാസനെ നിങ്ങളൊരു ഫ്രൂട്ട്സ് കടക്കിയിട്ട് മണ്ഡലത്തിരിക്കുന്നൊരു സ്വപ്നം ഞാൻ കണ്ടു. സ്തോത്രം. ഒന്നാമത് തകർന്ന് കിടക്കുക, രണ്ടാമത് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹം. ഇത് രണ്ടും കൂടെ കേട്ടപ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് ഭയങ്കര നിരാശ തോന്നി. സ്തോത്രം. അപ്പോൾ ഗ്രഹകാര്യം ക്രമത്തിലാക്കാൻ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചിന്തിച്ചു, എന്നാൽ ക്രമത്തിലാക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ 3000 വാടക കൊടുക്കുന്ന ആധാരമല്ലാതെ, എഗ്രിമെന്റ് അല്ലാതെ വേറെ ഒന്നും ക്രമത്തിലാക്കാനില്ല. സ്തോത്രം. ഒന്നും സെറ്റിലായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്നെ വിളിച്ചത് ഞാനാ. സ്തോത്രം. നിന്റെ മേൽ അഭിഷേകത്തെ തന്നത് ഞാനാ. സ്തോത്രം. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? സ്തോത്രം. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഞാൻ പറഞ്ഞു, സൗഖ്യമാകാൻ മനസ്സുണ്ട്. അടുത്തത് കർത്താവ് എന്നോട് ചോദിച്ചു, സൗഖ്യമാക്കാൻ കഴിയുന്ന എൻ്റെ വചനത്തെക്കുറിച്ച് എത്ര ബോധ്യം നിന്റെ അകത്തുണ്ട്? എത്ര വാക്യം നീ പഠിച്ചിട്ടുണ്ട്? സ്തോത്രം. പെട്ടെന്ന് തപ്പി നോക്കിയപ്പോൾ അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള ദൈവവചനം ഒന്നല്ലാതെ മറ്റൊന്നും എൻ്റെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞു, നീ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും എൻ്റെ സൗഖ്യമാക്കുന്ന വചനങ്ങളെ നീ ഉച്ചരിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്ത് നിന്റെ ഭവനത്തിൽ ഇന്നു തൊട്ട് നീ യുദ്ധം ചെയ്യുക. സ്തോത്രം. അതൊരു ഭയങ്കര മർമ്മമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിരാശ വിട്ട് അവൻ പിറ്റേ ദിവസം നേരം പുലർന്നതും ഒരു ചാർട്ട് പേപ്പർ മേടിച്ച് എൻ്റെ വീടിൻ്റെ ഭിത്തിയിൽ ഞാൻ കിടക്കുന്ന റൂമിൽ, കാരണം ഇത്ര പ്രാവശ്യം അറ്റാക്ക് അടിച്ചത് കൊണ്ട് ശരീരം പൊങ്ങുന്നില്ല, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഭിത്തിയിൽ ഈ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ എഴുതി ഒട്ടിച്ചു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വായിക്കും, എന്നിട്ട് ആത്മാവിൽ ആരാധിക്കും. ഉച്ചയ്ക്ക് കിടക്കുമ്പോഴും അത് തന്നെ. ആ റൂമിൽ ഇരിക്കുമ്പോൾ വായിച്ച് ഇരിക്കുമ്പോൾ ഒരു ബലം വ്യാപരിക്കുന്നത് ഞാൻ അറിഞ്ഞു. കഥ പറഞ്ഞു, നീ റൂമിൽ നിന്ന് പുറത്തിറങ്ങുക. സ്തോത്രം. ഞാൻ ഈ വാക്യം വായിച്ചുകൊണ്ട് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ദൈവത്തിന് പ്രിയപ്പെട്ടവർ ഇത് പറഞ്ഞ് നടക്കാൻ തുടങ്ങി, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 40 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നീ വീട്ടിൻ്റെ പുറത്ത് മുറ്റത്തോടെ നടക്കുക. നടക്കുമ്പോൾ എനിക്ക് അണയ്ക്കുന്നുണ്ട്, താഴെ വീഴുമെന്നുള്ള അനുഭവമുണ്ട്. അവൻ അന്നാലും സ്തോത്രം ചെയ്ത് ഇത് പ്രഖ്യാപിച്ചു നടന്നു. പിന്നെ കർത്താവ് പറഞ്ഞു, നീ വീണ്ടും നടക്കുക. പട്ടണത്തിൽ കൂടി, പന്തളം പട്ടണത്തിൽ കൂടി ഞാനിത് പറഞ്ഞ് ഏകദേശം ഒരു 10-35 ദിവസം ഒരു ഫോഷനെ പോലെ
ഞാൻ ദൈവത്തിന്റെ വചനത്തിലും ആത്മാവിലുള്ള പ്രാർത്ഥനയിലും ഉറച്ച് വിശ്വസിച്ചു നടക്കുമ്പോൾ ഒരിക്കൽ നടുറോട്ടിൽ വെച്ച് ദൈവസാന്നിധ്യം എൻ്റെ മേൽ വന്നു വീണു. ഒരു വൈദ്യശാസ്ത്രത്തിന് കഴിയാത്ത സൗഖ്യം ദൈവം എൻ്റെ മേൽ തന്നു. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദൈവജനത്തോട് പറയാം, നീ ഏതു തകർന്ന അവസ്ഥയിൽ നിന്നും നിന്നെ കയറ്റിക്കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യ്. നീ ശേഷം മനുഷ്യരെ പോലെ തകർന്നു പോകാതെ നിന്റെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കൊത്തവണ്ണം ആത്മാവിൽ പ്രാർത്ഥിച്ച് ആത്മാവിൽ കയറി വരാൻ ആത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. അത് തകരുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഇത് രോഗമല്ല, ഈ ദേശത്തിന്റെ ആധിപത്യം നിന്റെ മേലിട്ട നുകമാണ്. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദൈവജനത്തോട് പറയാം, നിന്റെ അധരത്തിന് വിശ്രമം കൊടുക്കാതെ ആത്മതലത്തിൽ നിന്റെ നാവിനെ വിട്ടുകൊടുത്ത് അധികാരത്തോടെ നീ ചലിക്കാൻ തയ്യാറാകുക. നിന്നെ ഒതുക്കുമെന്ന് പറയുന്ന വാഴ്ചയുടെ മീതെ നടന്നു പോകാൻ എന്റെ ദൈവം നിന്നെ അധികാരപ്പെടുത്തി പുറത്തു കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടി ആത്മാവ് പറയുന്നു, പ്രാർത്ഥിക്കുന്ന നീ ഒരു യോദ്ധാവാണ്, നീ ഒരു യോദ്ധാവാണ്, നീ ഒരു പടയാളിയാണ്. നിന്റെ ശബ്ദത്തെ അടയ്ക്കാൻ നോക്കുന്ന ആധിപത്യത്തിന്റെ മുമ്പിൽ ആത്മാവിൽ പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി കയറി വരാൻ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ. അടകതരകൽക്കര ശബനറ പദജഗത. ഇത് പറയുമ്പോൾ തന്നെ ആത്മതലത്തിൽ ഫലം കായ്ക്കാൻ സമ്മതിക്കാതെ വ്യാപരിക്കുന്ന ചില തലങ്ങൾ അടർന്നു മാറി പോകുന്നത് ആത്മാവിനെ കാണിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അടകതരകൽക്കര. ചിലത് അടർന്നു മാറിപ്പോകും. ഹല്ലേലൂയ. ചിലത് ഓടിപ്പോകുന്നത് കർത്താവിനെ കാണിക്കുന്നു. ഉപദ്രവിക്കുമെന്ന് പറയുന്നത്, നാളുകൾ അടയ്ക്കുവാനുമെന്ന് പറയുന്നത്, ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, നീ ആത്മാവിൽ എഴുന്നേൽക്കുന്ന ഈ സമയം മുതൽ നിന്റെ മേൽ വാഴുമെന്ന് പറയുന്ന ചില ഇരുട്ടിന്റെ അധികാരത്തെ ചവിട്ടുവാനുള്ള ഒരു ബലം ദൈവാത്മാവ് നിന്റെ മേൽ തന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്ത് അസാധാരണമായ നിലവാരത്തിൽ ഉപയോഗിക്കപ്പെടേണ്ട ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ കാണുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്, ഇതിനകത്തിരിപ്പുണ്ട്. കഥ പറഞ്ഞു, വരും ദിവസങ്ങളിൽ നിങ്ങൾ തെളിഞ്ഞു വരും, നിങ്ങൾ പുറത്തു വരും, ഒരു വെണ്ണ തെളിച്ചെടുക്കുന്നത് പോലെ. ഞാൻ ആത്മാവിൽ അങ്ങനെ ഒരു കാഴ്ച കാണുകയാ. ഒരു വെണ്ണ തെളിച്ചെടുക്കുന്നത് പോലെ ആത്മാവ് ചിലതിനെ തെളിച്ചെടുക്കുന്ന, ചിലതിനെ കടഞ്ഞെടുക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ മഹത്വം സഭയ്ക്കകത്ത് എന്റെ ദൈവം അയച്ച് ക്രിസ്തുവിന് കൊള്ളാവുന്ന ഒരു കൂട്ടത്തെ എന്റെ ദൈവം സഭ മുഖാന്തരം പണിതെടുക്കുമെന്ന് ആത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടകതരകൽക്കര ശബനരപദ ജഗതം. നമ്മൾ നിൽക്കുന്നത് അന്നിക പോർക്കളത്തിന്റെ അകത്താണ്. സ്തോത്രം. ഇതിനകത്ത് ജയിക്കാൻ ആത്മതലം അല്പം പോലും താഴെ പോകാതെ, സ്തോത്രം, ചിലപ്പോൾ അങ്ങ് ക്ഷീണിപ്പിക്കും. സ്തോത്രം. ചില ആൾക്കാർക്ക് അന്തരീക്ഷം ഉണ്ടെങ്കിലേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം, സ്തോത്രം. അന്തരീക്ഷം ഉണ്ടാക്കണം അങ്ങോട്ട്, അന്തരീക്ഷം ഉണ്ടാക്കണം അങ്ങോട്ട്. അടകതരകൽക്കര. ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്, നിന്റെ അന്തരീക്ഷം ഉണ്ടാകും. നിന്റെ വീട്ടിൽ കയറി വരുന്നവർ പറയണം, ഇവിടെ ഒരു ആത്മമണ്ഡലം ഉണ്ടെന്ന്, ഇവിടെ ഒരു അഭിഷേകം ഉണ്ടെന്ന്, ഇവിടെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് അന്തരീക്ഷത്തെ ദൈവാത്മാവ് ഉളവാക്കി തരുമെന്ന് ഇന്ന് രാത്രി സ്വർഗം ശക്തമായും ഇടപെടുകയാണ്. അടകതരകൽക്കര. ഞാൻ ആത്മാവിൽ ഒരു കാഴ്ച കാണുന്നു. ആത്മതലത്തിൽ കരങ്ങളെ ഉയർത്താൻ സമ്മതിക്കാതെ
ചില വിശുദ്ധ കരങ്ങൾക്ക് നേരെ ഇട്ടിരിക്കുന്ന ചങ്ങലകൾ പൊട്ടി താഴെ വീഴുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടിൽ കാണിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധരായ നിങ്ങളുടെ മേലിട്ടിരിക്കുന്ന ചില നുകത്തിന്റെ അമ്മിക്കയറുകൾ ഇന്നു രാത്രിയിൽ എന്റെ ദൈവം അടിച്ചു മാറ്റി ഒരു ജയം തരാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ആത്മാവിൽ ദൂത് പറയുകയാണ്. സ്തോത്രം. ഒരു ബലവാനുണ്ട് മുമ്പില്. സ്തോത്രം. ഒരു സ്ട്രോങ് മാൻ ഉണ്ട് മുമ്പില്. അതിനോട് ആത്മാവിൽ ജയിക്കണം, ആത്മാവിൽ നിൽക്കണം. ചിലരുടെ മുമ്പിൽ നിൽക്കുന്ന ബലവാൻ തകരാൻ പോവുകയാ. തടസ്സമിട്ട് മുമ്പോട്ട് പോകാൻ സമ്മതിക്കാതെ, ആത്മതലത്തിൽ കയറാൻ സമ്മതിക്കാതെ, വീണ്ടും വീണ്ടും താഴേക്ക് പിടിച്ചമർത്തുന്നത് പോലെ ഒതുക്കുന്ന ഒരു വ്യാപാരം ദൈവാത്മാവിന്റെ കരത്താൽ തകർന്നഴിയുന്ന ഒരു കാഴ്ച ഇന്നു രാത്രി സ്വർഗമെന്ന് ശക്തമായും വെളിപ്പാടിൽ കാണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്. ഈ ബലവാനെ പിടിച്ചു കെട്ടണമെങ്കിലും സ്തോത്രം, സ്തോത്രം, പ്രാർത്ഥന ആവശ്യമാണ്. സ്തോത്രം. ഈ 2 ദിനവൃത്താന്തം 14-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ സ്തോത്രം, അതിനൊക്കെ ദാസ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ യഹോവേ വിടുവിക്കുവാൻ നീയല്ലാതെ, അല്ലെങ്കിൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവിടെ ഭക്തൻ പറയുക, തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന യുദ്ധത്തെ ജയിക്കാൻ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന, ആശ്രയിക്കുന്ന ഒരു മനോഭാവമാണ് അവിടെ നിൽക്കുന്നത്. സ്തോത്രം, സ്തോത്രം. ഇവിടെ ഈ ആസ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ദൈവത്തെ ആശ്രയിച്ചു പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ എന്ന് പറഞ്ഞ് ഞാൻ ബലഹീനനാണെന്ന് ദൈവസന്നിധി സമർപ്പിക്കുക. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ച് അങ്ങനെ സമർപ്പിക്കാൻ പറ്റുമോ? ചില ആൾക്കാർക്ക് വിട്ടുകൊടുക്കാൻ വലിയ പാടാ. സ്തോത്രം. താഴണം. കർത്താവിനെ പഠിപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു പാഠമാ, ക്രിസ്തുവിൽ താഴാതെ ഒരു വളർച്ചയില്ല. സ്തോത്രം. വിധേയപ്പെടാതെ ഒരു വളർച്ചയില്ല. ദൈവസന്നിധി സമർപ്പിക്കപ്പെടാതെ ഒരു ജയത്തിലേക്ക് വരാൻ നമുക്ക് കഴിയത്തില്ല. സ്തോത്രം. താഴാൻ തയ്യാറാണോ? ദൈവപ്രവൃത്തിയുണ്ട്. ആ രാജ്യം 10 വർഷം സ്വസ്ഥമായി ഭരിച്ചുകൊണ്ടിരുന്ന അവൻ ആസയുടെ മുമ്പിലാണ് യുദ്ധം വന്നത്. അതിന്റെ 1-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ ഒന്നാം വാക്യം വായിക്കാമോ? ദേശത്ത് അബിയാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആസ അവന് പകരം രാജാവായി. അവന്റെ കാലത്ത് ദേശത്തിന് 10 സംവത്സരം സ്വസ്ഥതയുണ്ടായി. 10 സംവത്സരം സ്വസ്ഥതയുണ്ടായി. സ്തോത്രം. ഈ സ്വസ്ഥതയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച വ്യക്തി യുദ്ധം വന്നപ്പോൾ എടുത്തു ചാടി സ്വയ തീരുമാനത്തിലേക്ക് പോകാതെ ദൈവസന്നിധിയിൽ താന്ന് ഞാനൊരു ബലഹീനനാണെന്ന് പറയാനുള്ള മനസ്സ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മളെ ഒന്ന് വിവേചിച്ച് നോക്കിക്ക്, ഒന്ന് വിലയിരുത്തി നോക്കിക്ക്. എത്രയോ പ്രാവശ്യം എടുത്ത് ചാടിയത്. സ്തോത്രം. പ്രത്യേകിച്ച് സ്വസ്ഥത ഉണ്ടെങ്കിൽ ഒന്നും പറയാൻ വേണ്ട. സ്തോത്രം. ചിലരൊക്കെ ഇരിക്കുന്നത് സമാധാനം ഇല്ലാത്തവർ കൊണ്ടാ. എത്ര പേരെ സമാധാനം കിട്ടി അപ്പം ഓടും. സഭയും വിട്ടുപോകും, പാസ്റ്ററും വിട്ടുപോകും. സ്തോത്രം. അപ്പൊ ചിലരൊക്കെ ഇരുത്താൻ വേണ്ടിയുള്ള ഒരു ശൂലം കൂടിയാ നീ അനുഭവിക്കുന്ന ഘട്ടന. ദൈവത്തിനൊന്ന് പഠിപ്പിച്ചെടുക്കണ്ടേ? ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ദൈവാത്മാവ് പറയട്ടെ, ഈ 10 വർഷം സ്വസ്ഥമായി നിന്നിട്ടും ശാന്തമായി നിന്നിട്ടും ദൈവത്തെ മറക്കാത്തൊരു മനസ്സ്, ആശ്രയിക്കുന്നതിൽ അല്ലെങ്കിൽ വിധേയപ്പെടുവാൻ അവൻ ആശ്രയിക്കുവാൻ ഒരുക്കമുള്ള ഒരു മനസ്സ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എത്ര ഉയർച്ച വന്നാലും, എത്ര നന്മ വന്നാലും, എത്ര സ്വസ്ഥതയുണ്ടായാലും, എത്ര അധികാരങ്ങൾ കിട്ടിയാലും, ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ ദൈവജനത്തോട് പറയുന്നു,
ദൈവസന്നിധി താന്ന് ദൈവത്തോട് പറയണം, എന്റെ ദൈവമേ, എന്നെ വിടുവിപ്പാൻ, എന്നെ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞാനൊരു ബലഹീനനാണ്. സ്തോത്രം. നമ്മുടെ ബലഹീനത തുറന്നു കാണിക്കേണ്ടത് ലോകത്തിന്റെ മുമ്പിലല്ല. ബലഹീനത തുറന്നു കാണിക്കേണ്ടത് ദൈവത്തിന്റെ മുമ്പിലാ. സമ്മതിച്ചു കൊടുക്കണം, ഇത്രയൊക്കെ പ്രാപ്തിയുള്ളൂ അപ്പ, എന്നെ ഒന്നങ്ങ് വിടുവിക്കണം, എന്നെ ഒന്നങ്ങ് നിർത്തണം, എന്നെ അങ്ങ് ഉപയോഗിക്കണം. പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഉപയോഗിക്കും ദൈവം. ഒരു കൊയ്ത്ത് വേഗത്തിൽ വരുന്നുണ്ട്. ഒരു റിവൈവൽ ഉണ്ടാകാൻ പോകുന്നു. ഒരു കൊയ്ത്ത് വേഗത്തിൽ വരാൻ പോകുന്നു. സഭ വെയിറ്റ് ചെയ്യുന്ന ഒരു കൊയ്ത്ത് ആത്മാവിൽ പുറത്തു വരാൻ പോകുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പ്രവചനമായി ദൂത് പറയാൻ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ശമനരമതജഗതം ഒരു കൊയ്ത്ത് വെളിപ്പെടാൻ പോകുന്നു. ഞാൻ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്നത് പോലെ അങ്ങനെ ഒരു കാഴ്ച ദൈവാത്മാവിനെ കാണിക്കുന്നു. ഒരു കൊയ്ത്ത് സഭയ്ക്കുണ്ട്. ദേശത്താത്മാക്കൾ വിടുവിക്കപ്പെടുന്ന, ഒരുക്കപ്പെടുന്ന, അവനവൻ പണിയപ്പെടുന്ന ഒരാത്മതലം എന്റെ ദൈവം തുറക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. സ്തോത്രം. പെട്ടെന്ന് കഥാവിനെ കാണിച്ചത് വളരെ മനോഹരമായി കൊയ്ത്തിനോട് അടുത്ത് കിടന്ന ഒരു വയൽ കാറ്റടിച്ച് ചാഞ്ഞുപോയി. എന്നാൽ പരിശുദ്ധാത്മാവ് തിരിച്ചൊരു കാറ്റടിപ്പിച്ച് ആ കറ്റകളെ നിവർത്തി നിർത്തി അതിനെ കൊയ്ത് കളപ്പുറയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിച്ചു. ഈ ദേശത്തോടും സഭയോടും ദൈവാത്മാവ് പറയുന്നു, ചില ചരിഞ്ഞു പോയതിന്, ചില ചാഞ്ഞു പോയതിന്, ചില തകർന്നു പോയതിന് കൊയ്തു കയറ്റിവെക്കുന്ന ഒരു കളപ്പുരയായി ഞാൻ എൻ്റെ സഭയെ ഈ ദേശത്ത് പണിതെടുക്കുമെന്ന് ഇന്നു രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം ശക്തമായി ദൂത് പറയാൻ ആത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ആത്മാവിലെ സഭ വെളിപ്പെടട്ടെ, ആത്മാവിലെ കൊയ്ത്ത് വെളിപ്പെടട്ടെ, ആത്മാവിലെ വിടുതൽ വെളിപ്പെടട്ടെ. ശമന രമന ജഗത വൈഡ അടകതന മടിപ്പ് മാറാൻ പോകുന്നു. സഭയുടെ മടിപ്പ് മാറാൻ പോകുന്നു. അഭിഷിക്തന്മാരുടെ മടിപ്പ് മാറാൻ പോകുന്നു. ദൈവജനത്തിന്റെ മടിപ്പ് മാറാൻ പോകുന്നു. നിന്നെ നിരുത്സാഹപ്പെടുത്തുന്ന, നിന്നെ പിന്നിലേക്ക് വലിക്കുന്ന, മനസ്സ് ക്ഷീണിപ്പിക്കുന്ന ആത്മതലത്തിന്റെ തന്ത്രങ്ങൾ അഭിഷേകത്താൽ തകർന്നു മാറി ഒരു ജയം വെളിപ്പെടാൻ പോകുന്നെന്ന് ആത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു വളർച്ച ഇതുവരെ വെളിപ്പെട്ടില്ലെങ്കിലും, വെളിപ്പെട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല, ഇത്ര മനോഹരമായി വെളിപ്പെട്ടില്ലേ. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയിലുള്ള വളർച്ച അതിതല്ല, അതിതല്ല. അത് ദൈവം തുറക്കാൻ പോകുന്നു, അത് ദൈവം തുറക്കാൻ പോകുന്നു. അത് ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഏറ്റെടുത്തോ. ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു. അതിനുവേണ്ടി സഭ ഒരുമിച്ച് ഒന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്യട്ടെ, ഒന്ന് ആത്മാവിൽ കാഹളമൂതട്ടെ. ഈ ദേശത്തിന് കോട്ട എന്റെ ദൈവം ഇടിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി ദേശത്തൊരു ദൈവപ്രവൃത്തിക്ക് ആത്മാവ് അന്തരീക്ഷത്തെ ഒരുക്കാൻ പോകുന്നു. സ്തോത്രം. ഒന്ന് പ്രവചനമായി ദൈവം ഇങ്ങനെ പറയുന്നു, നീണ്ട 10 വർഷം ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട സമാധാനം അനുഭവിച്ചതുപോലെ, സ്വസ്ഥത അനുഭവിച്ചതുപോലെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവർ ദൈവിക സ്വസ്ഥതയ്ക്കകത്ത്, ദൈവിക ജയത്തിൻ്റെ അകത്ത്, ദൈവിക സമാധാനത്തിനകത്ത് നീണ്ട കാലം വാഴത്തക്കവണ്ണം ദൈവസഭയ്ക്ക് മേൽ ഒരു പുതിയ നിയോഗം. ഹല്ലേലൂയ. അടക മന ധര ശബദ രബദ ജഗദ അടകദര അടകദര അർത്ഥദാര ശബന. ദൈവശക്തി, 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 ദൈവശക്തി ആത്മാവിൽ വ്യാപരിക്കട്ടെ,
ആത്മാവിൽ വ്യാപരിക്കട്ടെ. സ്തോത്രം. ആത്മമണ്ഡലം ഒരുക്കപ്പെട്ടാൽ സകലതും അനുഗ്രഹമാകും. ആത്മമണ്ഡലം പണിയപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു. സ്തോത്രം. അതൊന്ന് പണിതെടുക്കാനാ പാട്. പണിതെടുക്കാൻ അനുവദിക്കപ്പെടാനൊരു മനസ്സുണ്ടെങ്കിൽ, വിട്ടുകൊടുക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, അനുഗ്രഹിക്കാൻ ദൈവം ഒരുക്കമാണ്, പ്രവർത്തിപ്പാൻ ദൈവം ഒരുക്കമാണ്. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, ആസ 10 വർഷത്തെ സ്വസ്ഥത അനുഭവിച്ചു. സ്തോത്രം. അനുഭവിച്ചെന്ന് മാത്രമല്ല, ചില ബലിപീഠങ്ങളെ താൻ ഇടിച്ചു കളഞ്ഞു. സ്തോത്രം. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ചിലർ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ, ആത്മതലത്തിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേശത്ത് പ്രബലപ്പെട്ടു നിൽക്കുന്ന ചില ബലിപീഠങ്ങൾ, നിന്റെ കുടുംബത്തിൽ പ്രബലപ്പെട്ടു നിൽക്കുന്ന, പാരമ്പര്യത്തിൽ പ്രബലപ്പെട്ടു നിൽക്കുന്ന ചിലതരം ദൈവാത്മാവ് ഇന്നു രാത്രിയിൽ ആത്മാവിൽ ഇടിച്ചു കളയുന്ന ഒരു കാഴ്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായുമെന്ന് വെളിപ്പാടിൽ കാണിക്കുകയാണ്. സ്തോത്രം. അടകതര ഇടിക്കും. ആത്മാവിൽ നിൽക്കുന്ന നമുക്ക് ഇടിക്കാൻ പറ്റില്ല, പിന്നെ ആരാ ഇടിക്കുന്നേ? സ്തോത്രം. ആത്മാവിലുള്ള നിപ്പ് തന്നെ ചിലതിന്റെ ഇടിവ. അത് മനസ്സിലാക്കണം. ഈ നിപ്പിന്റെ സ്ഥിരത പലപ്പോഴും ബാലൻസ് തെറ്റിക്കുന്നത് ചിലതിന് ദേശത്ത് നിലനിൽക്കാൻ വേണ്ടിയാ. എന്നാൽ നീ സ്ഥിരത കാണിച്ചോ, നീ ഉറച്ചു നിന്നോ, നീ ആത്മാവിൽ നിന്നോ, ആത്മാവ് ശക്തമായി പ്രവചിക്കുന്നു. ദേശത്ത് വ്യാപരിക്കുന്ന ചില ബലിപീഠങ്ങൾ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഇടിഞ്ഞു മാറി പോകുമെന്ന് ആത്മാവ് ഇടപെടുന്നു. അടകതര കേൾക്കര ശബര അടകതര എന്ന് ഇടിയുന്നത് കാണുന്നു, ഇടിയുന്നത് കാണുന്നു. കോട്ട മതിൽ പോലെ നിൽക്കുന്ന ചില ബലിപീഠങ്ങൾ പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഇടിയുന്ന കാഴ്ച ആത്മാവിനെ കാണിക്കുന്നു. സ്തോത്രം. സ്തോത്രം. അതൊരു ശുശ്രൂഷയാ. അതിന്റെ 3-ാം വാക്യത്തിലെ ബലിപീഠത്തെ ഇടിച്ചത് വായിക്കണ്ട. ദൈവത്തിന്റെ സ്തോത്രം. അതൊരു ശുശ്രൂഷയാ. നീ ഇവിടുന്ന് പ്രാപിക്കുന്ന അഭിഷേകത്തിൽ ദേശത്തിൽ കൂടി നടക്കുമ്പോൾ, ദേശത്തിൽ കൂടി നടന്നാ മതി, യാത്ര ചെയ്താൽ മതി. നീ പാർക്കുന്ന ദേശത്ത് അവൻ ആത്മമണ്ഡലത്തെ വിട്ടുതരാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് പ്രബലപ്പെട്ടു നിൽക്കുന്ന ബലിപീഠത്തെ ഇടിക്കാനുള്ള ഒരു അതോറിറ്റി ആത്മാവ് നിന്റെ മേൽ എന്റെ കർത്താവ് തരുന്നത് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. സ്തോത്രം. പിടിച്ചു കെട്ടപ്പെടും, പിടിച്ചു കെട്ടപ്പെടും. നിനക്കെതിരെ നിൽക്കുന്ന അമ്മ ബലവാൻ എന്ന് പറയുന്ന, സ്ട്രോങ് മാൻ എന്ന് പറയുന്ന ഇരുട്ടിന്റെ അധികാരം പിടിച്ചു കെട്ടപ്പെടുമെന്ന് ഇന്നു രാത്രിയിൽ ആത്മാവ് പ്രവചിക്കുന്നു. അടകതരകൾക്കന ശമന റമദ അതരം തുറക്കട്ടെ, ഭാഷ മാറട്ടെ, അധികാരം മാറട്ടെ, പ്രാർത്ഥന മാറട്ടെ, കാഴ്ചപ്പാടുകൾ മാറട്ടെ. വെളിപ്പാടുകൾ മാറുന്നു, വെളിപ്പാടുകൾ മാറുന്നു, പ്രകാശനങ്ങൾ ലഭിക്കുന്നു, പ്രകാശനങ്ങൾ വരുന്നു. ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുന്നു, പ്രകാശിക്കുന്നു. അഭിഷേകം. അതൊക്കെ മനതര. നീ ആള് വേറെയാണെന്ന് ദേശത്തു തെളിയ പോകുന്നു, ദേശത്തു തെളിയ പോകുന്നു. സഭ എന്താണെന്നും ദൈവവൈതൽ ആരാണെന്നും ആത്മമണ്ഡലം ദേശത്ത് തിരിച്ചറിയാൻ പോകുന്നു, ദേശത്തു തെളിയാൻ പോകുന്നു, ദേശത്തു തെളിയാൻ പോകുന്നു. അങ്ങനെ ഒരു മഹത്വകരമായ അഭിഷേകത്തിന്റെ പ്രവൃത്തി എന്റെ ദൈവം അയക്കുന്ന ഒരു കാഴ്ച ഇന്ന് രാത്രി സ്വർഗം എന്നെ വ്യക്തമായി കാണിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, ഇടിയുണ്ട് ഇടിയും. ഞാൻ പന്തളത്താണ് താമസിക്കുന്നത്. കർത്താവ് എന്നെ അഭിഷേകം ചെയ്തതും അവിടെ കൊണ്ടുപോയ. സ്തോത്രം. ഈ ദേശത്തിന്റെ ഏറ്റവും പ്രബലപ്പെട്ട ശക്തി നിൽക്കുന്ന ഒരു മണ്ണ. സ്തോത്രം.
എന്നാൽ കർത്താവ് അവിടെ വെച്ച് അഭിഷേകം ചെയ്തപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അനേക വാഴ്ചകളെ ഇടിക്കാൻ ഞാൻ നിന്നെ ഈ ദേശത്ത് കൊണ്ടുവന്ന് എൻ്റെ അഭിഷേകത്തെ നിർത്തിയതാ. നിങ്ങൾ നിൽക്കുന്നത് കട്ടിയുള്ള ദേശമാണെങ്കിൽ, നിൽക്കുന്ന ദേശം വാഴ്ചകളുള്ളതാണെങ്കിൽ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അവിടെ വെച്ച് നിന്നെ അഭിഷേകം ചെയ്ത ദൈവമുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന വ്യാപാര ശക്തിയുടെ മേൽ അധികാരത്തോടെ ശാസിക്കാനുള്ള ഒരു നിയോഗവും നിന്റെ മേൽ എൻ്റെ ദൈവം തന്നിട്ടുണ്ട് എന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഞാൻ പറയാൻ പോകുന്നത്, അവിടെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് പാർക്കാനൊരു ഭൂമി വേണം. കർത്താവ് എനിക്ക് തന്നു. അപ്പൊ എൻ്റെ ആഗ്രഹം മൊത്തം കിടക്കുന്നത് കുമ്പനാട് പോലെയുള്ള സ്ഥലം വേണം. നല്ല പാട്ട് കേൾക്കണം, ഡ്രമ്മടി കേൾക്കണം, സ്തോത്രസ്വരം കേൾക്കണം. ഇങ്ങനെ എൻ്റെ ആഗ്രഹം. കാരണം ഞാൻ വാടകയ്ക്ക് താമസിച്ച വീടിൻ്റെ 4 വീടുകളും ചുറ്റുമുള്ളത് പെന്തക്കോസ്തുകാരാണ്. ഒരു വീട്ടിൽ പ്രാർത്ഥന കഴിയുമ്പോൾ അടുത്ത വീട്ടിൽ തുടങ്ങും സ്തോത്രം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീട്ടിൽ സ്ഥിരം 8:30 കഴിയും, 8:30 തുടങ്ങും, 9 മണിക്ക് തീരുകയും ചെയ്യും. അതിൻ്റെ രഹസ്യം അന്വേഷിച്ചപ്പോൾ 9 മണിയുടെ സീരിയൽ കാണാൻ വേണ്ടിയാണ് അവർ കറക്റ്റ് 8:30 വെച്ചത്. അത് മറ്റൊരു മർമ്മം സ്തോത്രം. ഇങ്ങനെയുള്ള പ്രാർത്ഥനക്കാരും ഉണ്ട് സ്തോത്രം. അത് പോട്ടെ. എന്നാൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും പ്രാർത്ഥിച്ചു, ഇങ്ങനെയുള്ള പ്രാർത്ഥന എനിക്ക് വേണം. എനിക്ക് അങ്ങനെയുള്ള സ്ഥലത്ത് ഒരവകാശം വേണം. ഇങ്ങനെയുള്ള സ്ഥലം കണ്ടെത്തി മാസങ്ങൾ നടക്കും. ചെന്ന് ചോദിക്കുമ്പോൾ ഒന്നും എനിക്ക് തരത്തില്ല, അല്ലെങ്കിൽ വിറ്റുപോകും. അവസാനം ഒരു പ്രാർത്ഥനക്കാരും ഇല്ലാത്ത ഹൈന്ദവരായിരിക്കുന്ന സാധുക്കളായ ചില ജനം താമസിക്കുന്നിടത്ത് 10 സെന്റ് വാങ്ങിക്കേണ്ടി വന്നു. കർത്താവിനോട് ചോദിച്ചു, ഇതാണോ എനിക്കുള്ളത്? കർത്താവ് പറഞ്ഞു, ഇത് തന്നെയാണ് ഉള്ളത് സ്തോത്രം. ഉറപ്പോടെ വാങ്ങിച്ചു. വീട് പണി നടന്നു, ഹൗസ് വാമിങ് നടന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ് ഒരാഴ്ച തിരിയുന്നതിന് മുമ്പ് ആ ദേശത്തിൻ്റെ അധികാരി എന്ന് പറയുന്ന ഒരു വലിയ ദുരാത്മ മണ്ഡലം എൻ്റെ പ്രാർത്ഥന റൂമിൽ കയറി വന്നു സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടക്കുമ്പോൾ എന്നോട് പറയുക, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? സ്തോത്രം. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, ആ ശക്തി എന്നോട് പറയുക, ഈ പന്തളം ദേശത്ത് എത്ര കരയുണ്ടെന്ന് നിനക്കറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. അദ്ദേഹം ആ ശക്തി കുറെ കരകളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നീ വന്ന് പാർക്കുന്ന ദേശത്തിൻ്റെ അധികാരി അല്ലെങ്കിൽ പ്രഭുത്വം ഞാനാണ്. ഇവിടെ പ്രാർത്ഥിക്കുന്ന നീ വേണ്ട, നീ പോണം. ഇവിടെ എൻ്റെ വാഴ്ച തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി സ്തോത്രം. ബലവാനെ പിടിച്ചു കെട്ടുന്ന കാര്യമാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ പാർത്താൽ നിന്നെ ഞാൻ തകർത്തു കളയും സ്തോത്രം. നിന്റെ ആരോഗ്യം ഞാൻ തകർക്കും, നിന്റെ കുടുംബം ഞാൻ തകർക്കും സ്തോത്രം. ഇത് കഴിഞ്ഞപ്പോൾ 2-3 പേര് വന്ന് പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങൾ പാർക്കുന്ന സ്ഥലം ഒരു വല്ലാത്ത ദേശത്തിൻ്റെ അധികാരം വരുത്തുപോക്കെന്ന് പറയും പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണോ ഇത് വാങ്ങിച്ചത്? ഇതിങ്ങനെ കേട്ടപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം കർത്താവേ? ഞാൻ ചോദിച്ചത് കുമ്പനാട് പോലെയുള്ള സ്ഥലമല്ലേ സ്തോത്രം. കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഈ ജാതീയ മണ്ഡലത്തിൽ താമസിക്കുമ്പോഴും നിന്റെ ഉള്ളിൽ ഞാനുണ്ട്. നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല. ഇന്ന് രാത്രി ആ വെളിപ്പാടകത്തു കയറണം. നീ പാർക്കുന്ന സ്ഥലം ഏതാണെങ്കിലും, നീ വാങ്ങിച്ച ഭൂമി ഏതാണെങ്കിലും, നീ ഒറ്റയ്ക്കല്ല അവിടെ പാർക്കുന്നത്. നിന്റെ കൂടെ യേശുവുണ്ട്. ആ ഉറപ്പകത്തുണ്ടോ സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇത് തകരപ്പെടാൻ നീ എന്നിൽ ബലപ്പെടുക സ്തോത്രം, എന്നിൽ ബലപ്പെടുക. എന്നിട്ട് കർത്താവ് പറയും, ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഈ ശബ്ദം കേട്ടതും ഈ അധികാരി എന്ന് പറയുന്ന ശക്തി എന്നോട് പറയാം, നീ എത്ര സ്തോത്രം ചെയ്താലും എത്ര കൈകൊട്ടിയാലും എന്നെ തൊടാൻ നിനക്ക് പറ്റത്തില്ല. ഇങ്ങനെ പറഞ്ഞത്. എന്ന കർത്താവ് പറഞ്ഞു, ഞാൻ തൊടും സ്തോത്രം. വിശ്വാസമുണ്ടോ? ഞാൻ തൊടും. ദൈവത്തിന് പ്രിയപ്പെട്ടവർ, ഞാനൊരു തീരുമാനമെടുത്തു പ്രാർത്ഥിക്കാൻ.
ആ പ്രാർത്ഥനയുടെ പ്രത്യേക ഒരു തീരുമാനത്തിൽ കർത്താവ് തന്ന സമയം വിവിധ സമയങ്ങളാണ്. ഒന്ന്, രാത്രി 12 മണിക്ക് എഴുന്നേറ്റാൽ 1 മണി വരെ. അടുത്ത ദിവസം 1 തൊട്ട് 2 വരെ ഞാൻ തന്നെയാണ്. അടുത്തത് 2 തൊട്ട് 3 വരെ, പിന്നെ 3 തൊട്ട് 4 വരെ, പിന്നെ അടുത്ത പിന്നെ സ്ഥിരം എഴുന്നേൽക്കുന്ന സമയമാണ്. അത് ഈ സമയം മാറി മാറി നീ ആത്മാവിൽ പ്രാർത്ഥിക്കുക. സ്തോത്രം. അതൊരു രഹസ്യമാണ്, ഞാൻ ലൈവിൽ കൂടി പറയുന്നില്ല. ദൈവത്തിന് പ്രിയപ്പെട്ടവർ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും അവൻ ദേശനിവാസികൾ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ ദേശത്ത് സ്വസ്ഥതയുണ്ടായി, ഞങ്ങൾക്ക് വിടുതലുണ്ടായി. അവർ പറഞ്ഞ ഒരു കാരണം ഇങ്ങനെയാണ്: രാത്രിയാമങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കയറി ആക്രമിച്ചു കൊണ്ടിരുന്നൊരു ശക്തിയുണ്ട്. എന്ന് വെച്ചാൽ രാത്രി വാതിക്കൽ വന്ന് മുട്ടി വാതിൽ തുറപ്പിച്ച് അവൻ പെൺകുട്ടികളെ വലിച്ചടച്ച് റബ്ബർ തോട്ടത്തിൽ വരെ കൊണ്ടുപോയിട്ട ഒരു ശക്തി ഈ ദേശത്തുണ്ട്. നിങ്ങൾ വന്ന് ഇവിടെ പാർക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, എന്തോ ഒരു ഭാഷ പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങൾക്കകത്തൊന്നും പിന്നെ ശക്തി പൊങ്ങി വന്നിട്ടില്ല. ഇന്ന് രാത്രി ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം, നിന്നിൽ വ്യാപരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവരെക്കാൾ വലിയവരാണെന്ന ബോധ്യത്തോടെ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കോ. ചിലത് കീഴടങ്ങി മാറുമെന്ന് ആത്മാവ് ശക്തമായിട്ടും ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരോട് ദൂത് പറയാൻ ആത്മാവിടപെടുക. അപ്പൊ വാദിച്ചത്, ആ ശക്തി വാദിച്ചത്, അത് നൂറ്റാണ്ടുകളുടെ കണക്ക് പറഞ്ഞ. സ്തോത്രം, സ്തോത്രം. ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞേ, ഈ ദേശത്തിന്റെ അധികാരി എന്ന് പറഞ്ഞേ. പക്ഷെ ആത്മമണ്ഡലത്തിൽ ഒരു മനുഷ്യനെ ദൈവം ചില ദിവസങ്ങൾ ഇരുത്തിയപ്പോൾ ആത്മാവിൽ മടുപ്പ് കൂടാതെ സ്ഥിരതയോടെ ആത്മതലത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ നൂറ്റാണ്ടുകളുടെ ചരിത്രം പറഞ്ഞ ആ വാഴ്ചക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദൈവതരത്തോട് ശക്തമായി പ്രവചിച്ചു പറയുന്നു, നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ആഴം നീ ഒന്ന് ആഴത്തിൽ തിരിച്ചറിഞ്ഞ് അധികാരത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ചിലതിന് ദൈവം കാഴ്ചവട്ടിലാക്കുമെന്ന് ആത്മാവിടപെടുകയാണ്. സ്തോത്രം. ഇത് പറയുമ്പോൾ ഞാൻ ആ ബലവാനെ കുറിച്ചൊരു പ്രാസം ഒപ്പിച്ചുള്ള പ്രസംഗം ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ വെളിപ്പാടിൽ നിന്നാണ് ഞാൻ പോകുന്നത്. ഇത് പറയുമ്പോൾ കർത്താവ് എന്നോട് പറയുന്നു, ചിലരുടെ സ്വഭാവങ്ങൾക്കകത്ത് കടിച്ചു തൂങ്ങിക്കിടക്കുന്ന പൈശാചിക ശക്തി, സ്തോത്രം, ദൈവത്തെ തകരാനുണ്ടെന്നും അത് തകരുമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടുകയാണ്. അതൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? സ്തോത്രം, സ്തോത്രം. അത് വിവിധ തരത്തില് ഞാനത് വ്യാഖ്യാനിക്കുന്നത് ഒരു പ്രത്യേക സൈൻ കർത്താവിനെ കാണിച്ചിട്ടാണ്. ചില ആൾക്കാർക്ക് ഭയങ്കര മുൻകോപം. സ്തോത്രം, സ്തോത്രം. ദൈവം ഇതിനെ തകർക്കും, ദൈവം ഇതിനെ തകർക്കും. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ദൈവം അതിനെ തൊടാൻ പോകുക. ആ വാഴ്ച ദൈവം തൊടാൻ പോകുക. ആ അധികാരത്തെ ദൈവം തൊടാൻ പോകുക. നിന്റെ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യാൻ അനുവദിക്കാതെ ദിനം പ്രതി നിന്നെ തന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് കടിച്ചു തൂങ്ങുന്ന ചില വിദ്രുത ശക്തികൾ ഇന്നു രാത്രി ദൈവശക്തിയാൽ തകർന്നു മാറുന്ന കാഴ്ച ആത്മാവിനെ വ്യക്തമായി വെളിപ്പാടിൽ കാണിക്കുന്നു. സ്തോത്രം. ഒരു വാക്യത്തിലേക്ക്, അത് പറയുമ്പോൾ ഒരു വാക്യത്തിലേക്കൊന്ന് വരാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒന്നിട്ട്. 10-ാം വാക്യം, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്നു. കർത്താവിന് യോഗ്യമാവണ്ണം നടന്നു. ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ബലം കായിച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും. ആ വാക്യം മുതൽ 11-ാം വാക്യം മുതൽ 10-ാം വാക്യം നമുക്ക് വേണ്ടുന്ന സ്വഭാവ ഗുണങ്ങളാണ്. അവിടെ നിന്ന് തീരത്തില്ല. സഭ അത് പഠിപ്പിക്കുന്നു എന്ന് ബോധ്യം,
ആ വാക്യം വായിച്ചത് അഭിഷിക്തൻ അത് ഏറ്റു പറഞ്ഞപ്പോൾ എനിക്കൊരു ബോധ്യമായി, നിങ്ങളത് ആ നിലവാരത്തിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അഭിഷിക്ത നേതൃത്വത്തിന്റെ കീഴിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതിന്റെ 11-ാം വാക്യമാണ് ദൂത്. സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണമെന്നും. മതി ദൈവത്തിന് സ്തോത്രം. അവിടെ പറയാ സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി. സ്തോത്രം സ്തോത്രം. ആ വാക്യം ഒന്ന് ഇടാമോ? 11-ാം വാക്യം. അവിടെ സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി എന്ന് പറഞ്ഞിട്ട് ആ പേഷ്യൻസ് എന്ന് പറഞ്ഞ പദത്തിനപ്പുറം കിടക്കുകയാണ് ജോയോ. എന്താ അതെങ്ങനെയാ പാസ്? ജോയ്ഫുൾനെസ് എന്ന മറ്റു പദത്തിൽ കിടക്കുന്നത്, മറ്റു വാക്യം കിടക്കുന്ന ജോയ്ഫുൾനെസ് എന്ന. എന്ന് വെച്ചാൽ സഹിഷ്ണുത, ദീർഘക്ഷമ ഇത് കാണിക്കേണ്ടത് നിർവികാരികമായിട്ടല്ല, സന്തോഷത്തോടെ കാണിക്കണം. അപ്പോഴത് യാഗമാകത്തുള്ളൂ, അപ്പോഴത് ജയമാകത്തുള്ളൂ. സ്തോത്രം. ഇത് വെളിപ്പെട്ട് വരണമെങ്കിൽ, സന്തോഷത്തോടെ ക്ഷമിക്കണമെങ്കിൽ, സ്തോത്രം, സന്തോഷത്തോടെ ക്ഷമിക്കണമെങ്കിൽ, സന്തോഷത്തോടെ ദീർഘക്ഷമ കാണിക്കണമെങ്കിൽ ഇത് മാനുഷികമായി വെളിപ്പെടുന്നതല്ല. ഇതിനാണ് ആവശ്യം ദൈവത്തിന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന്റെ ആവശ്യം. എന്ന് വെച്ചാൽ ദൈവശക്തിയാൽ മാത്രമേ അങ്ങനെ നമ്മുടെ അകമനുഷ്യനെ പണിയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അപ്പൊ സഹിഷ്ണുതയും ദീർഘക്ഷമയും ദൈവത്തിന് പ്രിയപ്പെട്ടവരെ സ്വഭാവത്തെ കാണിക്കുന്ന റൂട്ടാണെങ്കിൽ അതിനെതിരെ നിൽക്കുന്ന ചില പോരുകളുണ്ട്. സ്തോത്രം. ഇത് അഴിയണമെങ്കിൽ ഉൾമനുഷ്യൻ ദൈവശക്തിയാൽ, ദൈവിക ബലത്താൽ, മഹത്വത്തിന്റെ വല്ലഭത്വത്താൽ നിന്റെ അകമനുഷ്യൻ നിറയണമെന്ന് ഇന്നു രാത്രിയിൽ എന്റെ സ്വർഗം ഇടപെടുകയാണ്. സ്തോത്രം. നേച്ചെന്ന് പണിയാൻ, സ്വഭാവത്തെ പണിയാൻ ദൈവശക്തി കൂടാതെ പറ്റത്തില്ല. സ്തോത്രം. ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളൊരു സാക്ഷ്യമാണ്. എൻ്റെ സ്വഭാവത്തെ, എൻ്റെ ശുശ്രൂഷയും വെളിപ്പെടാൻ കഴിയാതെ ദീർഘവർഷം ഒതുക്കി വെച്ച ഒരു പൈശാചിക തലമാണ് മുൻകോപം. സ്തോത്രം. ഇതെനിക്ക് മാത്രമല്ല, എന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, നിങ്ങളുടെ വിഷയം കൂടിയാണേ. എന്നെ പറഞ്ഞ് നിങ്ങൾക്കങ്ങ് തരുക. കാരണം പാസ്റ്ററിന് ദോഷം ഉണ്ടാകാതിരിക്കാനേ എന്നെ പറയുന്നേ. പക്ഷെ ദൂത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാവിൽ പറയട്ടെ, മുൻകോപം ഇത് എൻ്റെ മാത്രം സ്വഭാവമല്ല. എൻ്റെ അപ്പൻ ഭയങ്കര മുൻകോപിയാ. സ്തോത്രം. അപ്പൻ്റെ അപ്പനെ അറിയാം, എടുത്തുചാട്ടക്കാരനാ. സ്തോത്രം. ഉണ്ടോ ഇവിടെ എങ്ങനെ ആരെങ്കിലും? സ്തോത്രം. അയ്യോ, ആ ദൂതങ്ങ് വിട്ട് അടുത്തേക്ക് പോവാശ്രയെന്ന് 1-2 പേര് ഇങ്ങനെ ആത്മാവിൽ മനസ്സിൽ പറയുന്നത് എനിക്ക് ബോധ്യമാകുന്നുണ്ട്. സ്തോത്രം സ്തോത്രം. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ചിന്തിച്ചത് ഇതുപോലെ സൗമ്യനായ ഭക്തനായ ഒരു ഭർത്താവിനെ കിട്ടത്തില്ല. ആദ്യത്തെ 1 മാസമൊക്കെ എന്ത് വിനയവും. സ്തോത്രം. അങ്ങനെയല്ലായിരുന്നു നമ്മളും. സ്തോത്രം. എന്ത് താഴ്മയും എന്ത് അച്ചടക്കമായിരുന്നു വെച്ചാൽ ഭയങ്കരമായിരുന്നു. പിന്നെ പഴയ മനുഷ്യനങ്ങ് പോകാൻ തുടങ്ങി. വീട്ടിലാകെ പ്രശ്നം. ഒരിക്കൽ എനിക്കാണെങ്കിൽ ഈ ദൈവശബ്ദം കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രാർത്ഥനയ്ക്ക് പോകണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകൻ വരുന്നുണ്ട്, ഒരുങ്ങിക്കൊള്ളണം, വേഗത്തിൽ നമുക്ക് അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞു. അതേ പറഞ്ഞു, റെഡി, പെട്ടെന്ന് ഒരുക്കുന്ന ആളാണ്. പക്ഷെ അന്ന് താമസിച്ചു പോയി. ഈ താമസം വന്നത് കണ്ടതും എൻ്റെ പഴയ മനുഷ്യനെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നീ വീട്ടിൽ ഇരിക്കുക, ഞാൻ പോകാം. സ്തോത്രം. അന്ന് സ്കൂട്ടറൊക്കെ എടുത്ത് തിരുവല്ല വരെ ഞാൻ പോയ വഴിക്ക് 2 പാസ്റ്റർമാരെയും വിളിച്ചു. നല്ല ദൈവദാസം വന്നിട്ടുണ്ട്, പ്രവാചകനാ, നമുക്ക് ദൈവശബ്ദം കേൾക്കാം, ബാ. അവരും പറഞ്ഞു പോകാം. അവിടെ ചെന്ന് പ്രാർത്ഥനയ്ക്കിരുന്നു. ആദ്യത്തെ ദൂത് കിട്ടാൻ വേണ്ടി വിശ്വാസികൾ ഇരിക്കുന്ന എൻ്റെ ഫ്രണ്ട് കസേര പോയിരിക്കുക. എനിക്ക് വേണം ആദ്യത്തെ ദൂത്. ആദ്യത്തെ ദൂത് അദ്ദേഹം വന്ന് എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറയുക, വീടിൻ്റെ അകത്ത് കലക്കി മറച്ച് കോപം ഉണ്ടാക്കിയിട്ട് ഈ ഫ്രണ്ട് വന്നിരിക്കുന്നവർക്ക് നാണമില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചു, എൻ്റെ കർത്താവേ, ഈ കസേര ഇടിഞ്ഞൊക്കെ നാടോട്ട് പോയാ ഏറ്റവും നല്ലതായിരുന്നു. പുറകിലേക്ക് നോക്കിയപ്പോൾ 100 കണക്കിന് ആൾക്കാർ ഇരിക്കുന്നു. എഴുന്നേറ്റ് പോകാനും പറ്റുന്നില്ല.
ഞാൻ കൊണ്ടുപോയ അഭിഷിക്തന്മാർ എന്നെ നോക്കി അത്ഭുതപ്പെടുക. ദൂത് മാറിപ്പോയതാണോ? കാരണം അവരുടെ മുമ്പിൽ ഞാൻ സൗമ്യത. സ്തോത്രം. അതൊക്കെ ചോദിച്ചു മാറിപ്പോയതായിരിക്കും. ഞാൻ ഒന്നും മിണ്ടിയില്ല. വീട്ടിൽ ചെന്നപ്പോൾ വൈഫ് ചോദിച്ചു ദൂത് കിട്ടിയോ? ഞാൻ പറഞ്ഞു ജീവിതത്തിൽ കിട്ടണ്ടാത്ത നിലവാരത്തിൽ ദൂത് കിട്ടി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അന്നൊരു തീരുമാനമെടുത്തു. ഈ സ്വഭാവത്തിൽ കടിച്ചു തൂങ്ങുന്ന മുൻകോപത്തിന്റെ പൈശാചിക തലം തകരാതെ ഇനി ഒരു ദൂത് കേൾക്കാൻ ഞാൻ പോകത്തില്ല. എനിക്കൊരു മാറ്റം വേണം, എനിക്കൊരു ശുദ്ധീകരണം വേണം, എനിക്കൊരു വിടുതൽ വേണം, എനിക്കൊരു ദൈവവൈതലാകണം, എനിക്കൊരു കൃത്രിമം കാണിക്കണ്ട, എനിക്ക് കൃത്രിമ ഭാവത്തിലുള്ള ഒരു സ്വഭാവം വേണ്ട. പിതാവേ, എന്റെ അകമനുഷ്യനെ എന്നെ ഒന്ന് തൊട്ടേ പറ്റത്തുള്ളൂ. സ്തോത്രം. ദൈവാത്മാവ് പറഞ്ഞു എന്റെ മഹത്വത്താൽ, ആ മഹത്വത്തിന്റെ വല്ലഭത്വത്താൽ നിന്റെ അകമനുഷ്യനെ ഞാൻ ഒരുക്കാം. നീ പ്രാർത്ഥനയ്ക്കകത്ത് കയറ്. ഇത് കേട്ടതും ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, സ്വഭാവ ശുദ്ധീകരണത്തിന് വേണ്ടി ഒരു 3 ദിവസം ഉപവസിക്കാൻ തീരുമാനിച്ചു. സ്തോത്രം. ഇരിക്കേണ്ട ചിലർ ഇതിൻ്റെ അകത്തുണ്ട്. സ്തോത്രം. കർത്താവിന്റെ ദാസൻ നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. 3 അല്ല 7 ഇരിക്കേണ്ടവരും ഇതിൻ്റെ അകത്തുണ്ട്. സ്തോത്രം. 3 എനിക്ക്, നിങ്ങൾക്ക് 7. സ്തോത്രം. അങ്ങനെ കർത്താവ് പറഞ്ഞു എന്താ വെച്ചാൽ എന്നെക്കാൾ കോപമുള്ളവര് ചിലർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, അത് ഒരു മഹിമയല്ല, നിന്നെ നശിപ്പിക്കാൻ നിൽക്കുന്ന, വാഗ്ദത്തത്തെ ഡിലേയാക്കാൻ നിൽക്കുന്ന, നിന്റെ നന്മയിലേക്ക് നിന്നെ കയറാൻ സമ്മതിക്കാതെ ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റുന്ന, കുറ്റം പിരിക്കുന്ന മനസാക്ഷി ഉണ്ടാക്കുന്ന ഒരു ഇരുട്ടിന്റെ പോരാണ്. ആ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തിയെ നീ ശാസിക്കാൻ ആത്മാവിടപെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അജഗതരകൽക്കര ശബന അജഗതര. ഞാൻ പറഞ്ഞത് വളരാൻ കഴിയാതെ, എൻ്റെ ദീർഘസമയം ക്രിസ്തുവിൽ വളരാൻ കഴിയാതെ, എൻ്റെ ദീർഘസമയം എന്നോട് യുദ്ധം ചെയ്ത് എൻ്റെ സ്വഭാവത്തെ തൊട്ടൊരു മേഖലയാണ്. സ്തോത്രം. കഥ പറഞ്ഞു നീ ഇരിക്ക്. പ്രാർത്ഥിക്കാൻ കയറി. 3 ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വെണ്മയേറിയ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ദൂതരെ പോലെ തോന്നുന്ന ഒരു വ്യക്തി എൻ്റെ പ്രാർത്ഥന റൂമിൽ ഇറങ്ങും. വിശ്വാസം ഉണ്ടോ? ഒരു പക്ഷെ നിനക്ക് പുറത്തു പറയാൻ പറ്റുന്നില്ല വിഷയമല്ല ഇത്. പക്ഷെ നിന്നെ അലട്ടുന്ന വിഷയമാണ്, നിന്റെ മനസ്സിനെ തകർക്കുന്ന വിഷയമാണ്. ഇന്ന് പകൽ നിന്റെ ഉൾ മനുഷ്യന്റെ അകത്ത് ഭാരപ്പെടുന്ന ചില നൊമ്പരങ്ങൾ നിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് നിനക്ക് ജയിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കഥ പറയുന്നു. അത് കോപം മാത്രമല്ല. ആ ഭാഷ ഇവിടെ പറയുന്നതിൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവർ എന്നെ വിമർശിക്കരുത്. ദുഷ്കാമ നിമിത്തവും പിടിക്കപ്പെട്ട ചിലർ ഇതിനൊക്കെ തിരിപ്പുണ്ട്. നിന്നെ ദൈവം ഉപേക്ഷിക്കുന്നില്ല. നീ ആത്മതലത്തിലേക്ക് കയറ്. നിന്നെ കാർന്നു തിന്നുന്ന, നിന്നെ നശിപ്പിക്കുന്ന, നിന്നെ ഇല്ലാതാക്കുന്ന, നിന്റെ വ്യക്തിത്വത്തെ തകർക്കുന്ന ആ ഇരുട്ടിന്റെ വ്യാപാരത്തെ എന്റെ ദൈവം തകർക്കാൻ ആ മഹത്വത്തിന്റെ വല്ലഭത്വം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വലിയ ഒരു എതിരാളിയാ. സ്തോത്രം. നമ്മളെ തകർക്കുന്ന, ക്ഷീണിപ്പിക്കുന്ന വലിയൊരു എതിരാളിയാണ് നമ്മുടെ അകത്ത് മറിഞ്ഞു കിടക്കുന്നത്. നമ്മുടെ അകത്ത് മറിഞ്ഞു കിടക്കുന്നത്. അടുത്തിരിക്കുന്നവനെ അല്ല ഇപ്പൊ വിവേചിക്കേണ്ടത്. നീ നിന്നെ തന്നെ വിവേചിച്ച് ആ ദുരാത്മാവിനെ സഭ ഇപ്പോൾ ആത്മതലത്തിരിക്കുമ്പോൾ കുടഞ്ഞു പ്രാർത്ഥിക്കാൻ ആത്മാവിടപെടുകയാ. ഓ സഭ റബ ധര 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 അതൊക്കെ തകൽക്കര. ആ ബലവാൻ തകരട്ടെ, ആ കോട്ട തകരട്ടെ, ആ അധികാരം തകരട്ടെ, ആ ദുരാത്മാവ് തകരട്ടെ. സ്തോത്രം. ആ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം, മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. അത് ദൈവശക്തിയുടെ അതിമഹത്വമായ ഒരു ഉപയോഗത്തിന്റെ മേഖലയാണ് പറയുന്നത്. സ്തോത്രം. നമ്മൾ ഉപവസിക്കുകയും ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പുറത്തു വെളിപ്പെടാൻ വേണ്ടിയാ. സ്തോത്രം. നന്മയുണ്ടാകണം, അനുഗ്രഹം ഉണ്ടാകണം,
വിസവരണം. പക്ഷെ ഇവിടെ അതിന്റെ മഹത്വത്തിന് ഉപയോഗം പറയുന്നത് കണ്ടോ? നിന്റെ അകമനുഷ്യനിൽ നീ ബലപ്പെടാൻ. അവിടെ കടിച്ചു തൂങ്ങുന്ന സഹിഷ്ണുതയില്ലായ്മ, അവിടെ കടിച്ചു തൂങ്ങുന്ന ദീർഘക്ഷമയില്ലായ്മ, അവിടെ പൊങ്ങി വരുന്ന കോപത്തിന്റെ സ്പിരിറ്റ്, അവിടെ പൊങ്ങി വരുന്ന ദുഷ്കാമത്തിന്റെ സ്പിരിറ്റ് ആത്മാവിൽ തകരാൻ ആ ദൈവശക്തി വ്യാപരിക്കേണ്ടതിന് സഭ പ്രാർത്ഥിക്കാൻ. സഭയോട് പറയുന്നു, കർത്താവ് സഭയോട് പറയുന്നു, വ്യക്തിത്വ സ്വഭാവ രൂപീകരണം ഒരു പ്രാർത്ഥന വിഷയമായി വെക്കണം. സ്തോത്രം. ദൈവാത്മാവ് അങ്ങനെ ചിലരെ വാർത്തെടുക്കും. ഇതിൻ്റെ അകത്ത് ലോകമുള്ളവരെ വേണ്ട ദൈവത്തിന്. ദൈവത്തിന്റെ അകത്ത് വളരുന്ന, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു കൂട്ടം സ്വഭാവ രൂപീകരണത്തോടെ പുറത്തു വരാൻ ആ മഹത്വം വ്യാപരിക്കാൻ പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ മഹത്വം വ്യാപരിക്കാൻ പോകുന്നു. നമ്മൾ യവനക്കാരെയൊക്കെ തൊടാൻ പോവുക, സഭ തൊടാൻ പോവുക. സഭ തൊടുമ്പോൾ ഒരു കൂട്ടം പൊന്തി വരുന്നത് ആത്മാവിനെ കാണിക്കുന്നു. ഈ ദേശത്തിന്റെ മ്ലേച്ഛതയുടെ സ്പിരിറ്റ് സഭ പ്രാർത്ഥിക്കുമ്പോൾ തകർന്നു പോകുമെന്ന് ഇന്നു രാത്രിയിൽ ആത്മാവ് പ്രവചിക്കുന്നു. ശമന റമദ ജഗത ഒന്ന് ആത്മാവി പ്രാർത്ഥിച്ച് ദൈവപ്രവൃത്തി. സ്തോത്രം, സ്തോത്രം. ഞാൻ ആ സാക്ഷ്യം തീർക്കാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാനിരുന്നു. ഈ വെള്ളവസ്ത്രം ധരിച്ച ദൂതൻ ഇറങ്ങി. ദൂതനാണോ കർത്താവാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇറങ്ങി എൻ്റെ തലയിലേക്ക് കൈവച്ചതും 3 സർപ്പം താഴെ വീണു. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന മനുഷ്യനാ. സ്തോത്രം. അന്ന് വിശ്വാസത്തിലായിട്ട് 14 വർഷമായി. സ്തോത്രം. പക്ഷേ സ്വഭാവത്തിൽ കടിച്ചു തൂങ്ങിയ സർപ്പം. ഞാനത് കണ്ടിട്ടാണ് ഇത് പറയുന്നത്. ഇത് തകരപ്പെടണമെങ്കിൽ നിന്റെ പ്രാഗൽഭ്യം കൊണ്ട് നടക്കത്തില്ല എന്ന ദൈവശക്തി വ്യാപരിച്ച് ഇന്ന് ചിലതിനെ അടിക്കാൻ എന്റെ ദൈവം നിന്നെ ശക്തിപ്പെടുത്തുമെന്ന് ആത്മാവ് ശക്തമായി പ്രവചിച്ചു പറയാൻ ആത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടകമനതുരി ശമനറമത ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? അടകതരെ കേൾക്കാൻ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, ഈ സർപ്പം താഴെ വീണതും ആ വന്ന വ്യക്തി എന്നോട് പറയുകയാ, ഒരു ദർശനത്തിലാ, നിന്റെ കാലെടുത്തു വെച്ച് അതിനെ തകർക്കണം. സ്തോത്രം. അപ്പൊ ചിലതിനെ തകർക്കണമെങ്കിൽ നമ്മളൊന്ന് സഹകരിച്ചേ പറ്റത്തുള്ളൂ. വിട്ടുകൊടുക്കാൻ മനസ്സില്ല, കണ്ടെത്താൻ മനസ്സില്ല. ചിലർക്ക് ഭയങ്കര അഹങ്കാരമാണ്. പക്ഷെ അത് ഉണ്ടെന്ന് കണ്ടെത്തത്തുമില്ല, സമ്മതിക്കത്തുമില്ല. സ്തോത്രം, സ്തോത്രം. തലക്കനം. എന്തൊരു തലക്കനമാണ്. ഇന്ന് പോയാൽ പോകുന്നതിനേ ഉള്ളൂ. സ്തോത്രം. ഒരുക്കപ്പെടുക, ഒരുക്കപ്പെടുക. ദൈവാത്മാവ് പറഞ്ഞ് ഒരുക്കപ്പെടുക. ഇതൊരുക്കുന്ന ഒരിടമാ. ഇതൊരു വർക്ക്ഷോപ്പാണ്. ഇത് പണിയുന്ന ഇടമാണ്. ഇത് കൊള്ളാവുന്നവരെ തെളിയിച്ചെടുക്കാൻ എന്റെ ദൈവം നട്ട ഒരു സഭയാണെന്ന് ആത്മാവിടപെടുകയാണ്. സ്തോത്രം, സ്തോത്രം. ഇവിടെ വേഗത്തിൽ പണി നടക്കത്തില്ല. ഇവിടുത്തെ പണിയെല്ലാം മെല്ലെയായിരിക്കും. പണിത് 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 ദൈവാത്മാവ് കൊള്ളാവുന്നവരെ തെളിയിച്ചെടുത്ത് ദൈവരാജ്യത്തിന്റെ വാക്താക്കളായി ഒരു സ്ഥലത്തും തോറ്റുപോകാത്ത ഒരു കൂട്ടത്തെ ക്രിസ്തുവിൽ എന്റെ ദൈവം പണിതെടുത്ത് ദൈവപ്രവൃത്തി പുറത്തു കൊണ്ടുവരുമെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ വ്യക്തി പറഞ്ഞു, നിന്റെ കാലെടുത്ത് വെച്ച് അതിനെ തകർക്കണം. സ്തോത്രം, സ്തോത്രം. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ചിലതിനെ തകർക്കണം. അതിന്റെ തലയിലേക്ക് നിർബന്ധപൂർവ്വം ആ കാലെടുത്ത് വെച്ചതും 2 എണ്ണം തകർന്നു. ഒന്നിറങ്ങി ഓടിപ്പോയി. സ്തോത്രം. പ്രാർത്ഥന റൂമിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു വെയിറ്റ് മാറിപ്പോകുന്നത് പോലെ എനിക്ക് അനുഭവിച്ചു. ഞാൻ ആ തിരുവല്ലയിൽ വന്ന അഭിഷിക്തന് ഇത് വിടുതൽ കടന്ന് നടന്നു കഴിഞ്ഞപ്പോൾ നന്ദി പറഞ്ഞു.
ഒരഭിഷിക്തനെങ്കിലും ആ കുറവ് ചൂണ്ടിക്കാണിക്കാനുള്ളത് കൊണ്ടാണല്ലോ അവിടെ വെച്ച് ലജ്ജയായിത്തീർന്നെങ്കിലും പ്രാർത്ഥന റൂമിൽ തകർന്ന് പ്രാർത്ഥിക്കാൻ മുഖാന്തരമായത്. അങ്ങനെ പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമാണ്, അതൊരു വിടുതലാണ്, അത് നമ്മുടെ ജയമാണ്. സ്തോത്രം. രണ്ടെണ്ണം തകർന്നു, ഒന്ന് ഓടിപ്പോയി. പ്രാർത്ഥന റൂമിൽ നിന്ന് പുറത്തു വന്നു. എനിക്കങ്ങ് സന്തോഷമാണ്. എൻ്റെ വൈഫിനെ നോക്കി, കാരണം നന്നായിട്ടൊന്ന് ചിരിച്ചു. സ്തോത്രം. സന്തോഷിച്ചു. അവരുടെ കൂടെ കൂടാൻ തുടങ്ങി. അദ്ദേഹം ചിന്തിച്ചു, ഈ ഗൗരവഭാവമൊക്കെ എവിടെ പോയി? ചിരിയോട് ചിരി, സന്തോഷത്തോട് സന്തോഷം. സ്തോത്രം. അദ്ദേഹത്തിന് ആകെ മൊത്തം ഡൗട്ട്. കാരണം ഇത്ര പെട്ടെന്നൊരു മാറ്റം എങ്ങനെ സംഭവിച്ചു? അപ്പൊ പുള്ളിയുടെ ചിന്ത കിടക്കുന്നത്, 2 ദിവസം മുമ്പ് ഒരു തെരുവ് നായനെ ഒന്ന് കാലിൽ തൊട്ടു. അതിൻ്റെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നതാണോ ഈ കാണിക്കുന്ന ഈ അസ്വസ്ഥത? കാരണം ഇത്ര പെട്ടെന്നൊരു മാറ്റം വരുമോ? പക്ഷെ ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, ദൈവം ഒരു മനുഷ്യനെ തൊട്ടാൽ അന്നത് അഴിഞ്ഞപ്പം മുതൽ ശുശ്രൂഷ വെളിപ്പെടാൻ തുടങ്ങി. അന്ന് മുതൽ വിടുതൽ വെളിപ്പെടാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ദൈവത്തിന് ചില ദാനങ്ങൾ തരണമെന്നുണ്ട്. പക്ഷെ അതിന് പ്രാപിച്ചെടുക്കാൻ കഴിയാതെ നിന്റെ മനസ്സ് ഒരുക്കപ്പെടാതിരിക്കുന്ന മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ദുരാത്മ തന്ത്രത്തെ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് ആത്മാവിൽ അതിനെ ജയിക്കാൻ പരിശുദ്ധാത്മാവിൽ ഇടപെടുന്നു. സ്തോത്രം. അത് അത്ഭുതകരമായ ഒരു ജയമായിരുന്നു. എന്നാൽ പിന്നെ 2 മാസം കൂടുമ്പോഴൊക്കെയാ പിന്നെ ഒരു കലകം. സ്തോത്രം. പിന്നെ പ്രാർത്ഥിച്ചു നോക്കിയപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, 2 എണ്ണത്തിനെ നീ തകർത്തിട്ടുള്ളൂ, ഒന്നുകൂടിയുണ്ട്, നീ ഇരിക്കണം. അന്ന് കർത്താവ് എനിക്ക് തന്ന ദൂത 18-ാം സങ്കീർത്തനം 36-ാം വാക്യം എടുക്കേണ്ട. ഞാൻ എൻ്റെ ശത്രുവിനെ പിന്തുടർന്ന് പിടിച്ചു, അതിനെ എഴുന്നേറ്റുകൂടാതെ വണ്ണം തകർത്തു, അത് മുടിഞ്ഞു പോകുമ്പോഴും പിന്തിരിഞ്ഞതില്ല. ആത്മയുദ്ധം എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രാർത്ഥിച്ചു നാളെ എഴുന്നേൽക്കുന്നതല്ല. നിനക്കെതിരെ വരുന്ന പൈശാചിക കോട്ട തകരുന്നത് വരെ ദാവീദ് ചിലതിനെ പിന്തുടർന്ന് പിടിച്ചതുപോലെ മടുത്തു പോകാതെ ആത്മാവിൽ പിന്തുടർന്ന് പിടിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്നു രാത്രിയിൽ ആത്മാവിൽ ദൂത് വിളിച്ചു പറയും. ഞാൻ എൻ്റെ ശത്രുക്കളെ, അവിടെ പറയുന്ന കേട്ടു, ഞാൻ എൻ്റെ ശത്രുക്കളെ, ശത്രുവാണോ ശത്രുക്കളെ പിന്തുടർന്ന് പിടിച്ചു, അവരെ മുടിക്കുവോളം ഞാൻ പിന്തിരിഞ്ഞതില്ല. ദൈവാത്മാവ് ഇടപെടുന്നു. പിന്തിരിയരുത്. ജയം കാണുന്നത് വരെ, വിടുതൽ കിട്ടുന്നത് വരെ, മാറ്റമുണ്ടാകുന്നത് വരെ, നിന്നെ തോൽപ്പിക്കുന്ന വ്യാപാരം നിന്റെ കാൽച്ചുവട്ടിൽ വീഴുന്നത് വരെ, അത് വ്യക്തിപരമായ സ്വഭാവത്തിലാണെങ്കിൽ അത് തകരുന്നത് വരെ നീ ആത്മാവിൽ പ്രാർത്ഥിച്ച് പോരാടാൻ കർത്താവ് ശക്തമായി ഇടപെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ചിലത് തകരട്ടെ. ഇങ്ങനെ കിടക്കുന്ന ചിലത് തകർന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ജയം കാണാൻ പറ്റത്തുള്ളൂ. അടകമനതുരി ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ചിലർക്ക് നന്മ വരുമ്പോൾ അതിനെതിരെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്. അവകാശവാദത്തിന്റെ കാരണം അവന്റെ വിത്ത് നിന്റെ ഉള്ളത്തിലുണ്ടെന്ന് അവൻ വാദിക്കുകയാ. ഇന്നത് പൊളിയണമെങ്കിൽ യേശുവിന്റെ രക്തം ഈ രാത്രി ഏറ്റെടുത്ത് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ സ്വർഗം ഇടപെടുകയാണ്. കർത്താവ് ഇടപെടുന്നു. ഒന്നോടെ കർത്താവ് ഇടപെടുന്നു. ഡ്യുവൽ മൈൻഡോടെ, ഇരുമനസ്സോടെ നിനക്ക് അധികകാലം ഓടാൻ പറ്റത്തില്ല. ഇന്ന് അതിനെ ജയിക്കാൻ കർത്താവ് ഇടപെടുന്നു. പെട്ടെന്ന് ചിലരുടെ മനസ്സ് മാറുന്നത്, നിപ്പിൽ ഭാവം തിരിഞ്ഞു പോകുകയാ, സ്വഭാവം മാറിപ്പോകുകയാ. ഇവിടെ കേൾക്കുമ്പോൾ ശാന്തതയുണ്ട്, എന്നാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനനുസരിച്ച് സ്റ്റെപ്പ് വെക്കാൻ കഴിയാതെ നിന്നെ മുടിക്കുന്ന വ്യാപാരം ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുക. എൻ്റെ സ്വർഗം അതിനെ തകർക്കുന്ന കാഴ്ച ആത്മാവിനെ കാണിക്കുന്നു.
ശാബരാവധാനധാര അധഗതരകൽക്കര ശബരരവധഗതം അധഗതര. സ്തോത്രം. നമ്മൾ വായിച്ച കുറുവാക്യത്തിന്റെ അകത്ത് തന്നെ ബലവാന്റെ കയ്യിൽ ആയുധവർഗമുണ്ട്. സ്തോത്രം, സ്തോത്രം. അത് പിടിച്ചു പറക്കണം. ഈ ആയുധവർഗം നമ്മുടെ നേരെ ഉപയോഗിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. അതിനെ പിടിച്ചു കേട്ടണം. ആത്മാവിൽ നിന്നെങ്കിലേ പറ്റത്തുള്ളൂ, ആത്മാവിൽ നിന്നെങ്കിലേ പറ്റത്തുള്ളൂ. ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. ചിലരെ സാത്താന്റെ ആയുധമായി ഉപയോഗിക്കുന്ന പൈശാചിക തലത്തിന്റെ തന്ത്രങ്ങൾ കർത്താവിനോട് വ്യക്തമായി പറയുക. ചിലരുടെ നാവിന് അവന്റെ ആയുധമാ, ചിലരുടെ കണ്ണവന്റെ ആയുധമാ, ചിലരുടെ സംസാരം അവന്റെ ആയുധമാ, ചിലർ കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക ഇടപാടുകൾ അവന്റെ ആയുധമാ. ഇന്ന് രാത്രി അത് പൊളിയട്ടെ യേശുവിന്റെ നാമത്തിൽ. അധികാരത്തോടെ ആ ആയുധത്തെ ഞങ്ങൾ നിർവീര്യമാക്കുന്നു. ശബരാവധാനധാര ജൂഢഭാരധാര. ഹല്ലേലൂയ. കർത്താവിനോട് പറയുന്നു, വിഷാദം, വിഷാദം ശത്രുവിന്റെ വലിയൊരു ആയുധമാ. ഈ രാത്രി കുടഞ്ഞുകളാ. നീ എന്തിനാ ഭാരപ്പെടുന്നേ? യേശുവിന്റെ ഉള്ളംകരത്തിലല്ലേ ഇരിക്കുന്നേ? കർത്താവ് ഇതുവരെ നടത്തിയില്ലേ? കർത്താവ് ഇതുവരെ പുലർത്തിയില്ലേ? കർത്താവ് ഇതുവരെ പരിപാലിച്ചില്ലേ? ആഹാരം തന്നില്ലേ? വസ്ത്രം തന്നില്ലേ? ആരോഗ്യം തന്നില്ലേ? പിന്നെ എന്തിനാ ഭാരപ്പെടുന്നേ? വിചാരപ്പെടുന്ന ഹൃദയം കൊണ്ട് തളർന്നിരിക്കുന്ന വ്യക്തികളെ ആത്മാവ് കാണിക്കുന്നു. സ്തോത്രം, സ്തോത്രം. തകരട്ടെ, തകരട്ടത് ദൈവശക്തിയാൽ. മനസ്സ് ബലപ്പെടാൻ പോവാ. സ്തോത്രം. കർത്താവിനെ കാണിക്കുന്നു. നല്ല ഒരു കൂജ പോലെയുള്ള ഒരു പാനപാത്രം ഇതിനകത്തേക്ക് ഇറങ്ങി വരുന്നൊരു കാഴ്ച ദൈവാത്മാവിനെ കാണിക്കുന്നു. നീ തകരുന്നവനല്ല, തളരുന്നവനല്ല, നനയ്ക്കുന്ന വ്യക്തിയായി, ദാഹജലം കൊടുക്കുന്ന വ്യക്തിയായി, ആശ്വാസം കൊടുക്കുന്ന വ്യക്തിയായി, ജീവജലത്തിന്റെ ഉറവകൾ നിന്റെ അകത്തൊന്ന് തുറക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി സ്വർഗം ശക്തമായി പ്രവചിക്കുകയാണ്. കർത്താവിനോട് പറയുന്നു, എക്സാമുമായി ബന്ധപ്പെട്ട്, ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട് 2-3 വട്ടം പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ടും അടുത്തു നിൽക്കുന്ന ചില വ്യക്തികളെ കർത്താവിനെ കാണിക്കുന്നു. ഇന്ന് രാത്രി സ്വർഗം എന്നോട് ഇടപെടുന്നു. നിന്റെ കരത്തിന്റെ മടുപ്പടിച്ച് നിനക്കൊരു ജയം തരാൻ തക്കവണ്ണം ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയുണ്ട്. ചില പേപ്പറുകളുമായി ബന്ധപ്പെട്ട് തടസ്സമിട്ട് നിൽക്കുന്ന വ്യാപാരത്തെ ഇന്നു രാത്രി സ്വർഗം തകർത്ത് ഒരു ജയം തരുന്ന ദൈവപ്രവൃത്തി ആത്മാവ് ചെയ്തെടുക്കാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായും ആലോചന പറഞ്ഞ് ഉറപ്പിക്കാൻ ആത്മാവിടപെടുകയാണ്. വീണ്ടും കർത്താവ് ഇടപെടുന്നു. ഒരു യൂത്ത് സഭ എഴുന്നേക്കാൻ പോകുന്നു. വിശ്വാസം ഉണ്ടോ? ഈ സഭ എന്ന് പറയുമ്പോൾ പാസ്റ്ററിനെ അല്ല അർത്ഥമാക്കുന്നേ. നിന്റെ കുടുംബത്തിൽ നിന്ന് നിന്റെ തലമുറ യേശുവിനെ മഹത്വപ്പെടുത്താൻ ഒരു യൂത്ത് സഭ എഴുന്നേൽക്കാൻ പോകുന്നെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പ്രവചിച്ചു പറയാൻ ആത്മാവ് ഇടപെടുകയാണ്. ശബനരപദ ജഗതം വെളിപ്പെടും. സഭ വെളിപ്പെടും. സഭ ദേശത്ത് വെളിപ്പെടും. സഭ ദേശത്ത് തെളിയും. സഭ മുഖാന്തരം ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം തുറന്നു വരാൻ പോകുന്നെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. ദൈവപ്രവൃത്തി ആത്മാവ് ചെയ്യുകയാ. യേശുവിന്റെ നാമത്തിൽ അതിവിടെ തുറക്കട്ടെ, അതിവിടെ തുറക്കട്ടെ, അതിവിടെ തുറക്കട്ടെ, അതിവിടെ തുറക്കട്ടെ. ആ പോർട്ടൽ ഇവിടെ തുറക്കുകയാ, അതിവിടെ തുറക്കുകയാ.
തുറക്കട്ടെ. ഓ ഓ ശാബറാബ അടകതര അടകതര ശാബറാബ. സഭ വെളിപ്പെടട്ടെ, സഭ വെളിപ്പെടട്ടെ, സഭ ദേശത്ത് വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. ശാബറാബദാര. ജ്ഞാനികൾ എഴുന്നേൽക്കട്ടെ, ജ്ഞാനികൾ എഴുന്നേൽക്കട്ടെ, വിവേകമുള്ളവർ. ഓ സ്തോത്രം. ഒരു താക്കോൽ കർത്താവെന്നെ ഇവിടെ വന്നിരുന്നപ്പോൾ കാണിച്ച വാക്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് മൊത്തം. എഴുതപ്പെട്ട പ്രസംഗത്തിലേക്ക് ഞാൻ പോയില്ല. പെട്ടെന്ന് എന്നെ കാണിച്ച 1-2 വാക്യങ്ങൾ കുറിച്ച് വെച്ചു. അതിൻ്റെ അകത്ത് കർത്താവ് എന്നെ കാണിച്ചതും ഞാൻ മറന്നുപോയതുമായൊരു വാക്യമായി എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ എനിക്ക് തോന്നുന്നു 10-11 വാക്യം. ഒന്ന് വായിച്ചേ. എഫേസ്യ ലേഖനം. അങ്ങനെ ഇപ്പോൾ സ്വർഗ്ഗത്തിൽ വാഴ്ചകൾക്കും അത് തന്നെ അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. ഒരു മിനിറ്റ് അവിടെ പറയാ, ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. സ്തോത്രം, സ്തോത്രം. ഈ ബഹുവിധമായ ജ്ഞാനം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ ലൈറ്റുകൾ മാറി മാറി വിവിധ കളറിൽ പ്രകാശിക്കുന്നത് പോലെ, സ്തോത്രം, വിവിധ കളറിൽ പ്രകാശിക്കുന്നത് പോലെ ജ്ഞാനം ഇതിൻ്റെ അകത്ത് ഓരോ വ്യക്തികളിൽ ബഹുവിധമായ തലത്തിൽ പ്രകാശിച്ചു വരാൻ പോകുന്നെന്ന് ആത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കഥ പറയുന്നു, സ്വർഗത്തിലെ വാഴ്ചകളും അധികാരങ്ങളും കൊതിക്കുന്ന ജ്ഞാനം സഭ കൈകാര്യം ചെയ്യാൻ പോകുന്നു. ആത്മാവിൽ പ്രാർത്ഥിച്ച ദൂതെടുത്തു. സഭയത് തൊടാൻ പോകുന്നു, സഭയത് തുറക്കാൻ പോകുന്നു. സഭയത് സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ. അവിടെ വാക്യത്തിന്റെ ഇരുത്തം ഒന്ന് ശ്രദ്ധിച്ചേ. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. ഈ വാഴ്ചകളും അധികാരങ്ങളും നന്മയുടെ വാഴ്ചകളും അധികാരങ്ങളുമാണ്. എന്ന് വെച്ചാൽ സ്വർഗം നിർത്തിയിരിക്കുന്ന വാഴ്ചകളും അധികാരങ്ങളും. അതിനപ്പുറമായ ഒന്ന് അവൻ ഇവിടെ വെളിപ്പെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ താഴോട്ട് പറയുന്നത് സഭ മുഖാന്തരം. സ്തോത്രം. സഭ മുഖാന്തരം ഇതുവരെ പറയാത്ത മർമ്മം ഇവിടെ പ്രസ്താവിക്കപ്പെടും. നിങ്ങൾ റെക്കോർഡ് ചെയ്തു. ദൈവം അത് ചെയ്യും. നിങ്ങളുടെ ഉള്ളത്തിൽ അത് പ്രകാശിച്ചു കിട്ടുമെന്ന് ആത്മാവ് ഇടപെടുന്നു. ആത്മാവ് പ്രവചിക്കുന്നു. ആത്മാവ് അത് ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. അത് തുറക്കട്ടെ. അധികാരമായി അത് തുറന്നു വരട്ടെ. ഹല്ലേലൂയ. ദൈവം ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിന് നമ്മളെ മാറ്റാൻ പറ്റത്തില്ലേ? നീ ആദരം തുറക്കുമ്പോൾ ഇതുവരെ പ്രാർത്ഥിക്കാത്തത് പോലെ, ഇതുവരെ പറയാത്തത് പോലെ, ഇതുവരെ പ്രവചിക്കാത്തത് പോലെ, ഇതുവരെ പ്രസംഗിക്കാത്തപ്പെടാത്തത് പോലെ ജ്ഞാനത്തിന്റെ ശക്തിക്കകത്തു നിന്ന് സഭദേശത്തെ കർത്തൃത്വം നടത്താൻ പോകുന്നെന്ന് ആത്മാവ് ഇടപെടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊരു അമൂല്യമായ നിധി പോലെ കർത്താവ് തുറന്നെടുക്കാൻ പോവാ. ആദ്യം തൊട്ടേ പറയുന്നൊരു പദമാ കടഞ്ഞെടുക്കാൻ പോകുന്നത്. കടഞ്ഞെടുക്കാൻ പോവാ. വായിക്കുന്ന ജ്ഞാനമല്ല, വെളിപ്പാടിന്റെ ജ്ഞാനം.
യേശുവിന്റെ നാമത്തിൽ ഇന്നു രാത്രി കൊതിക്കുന്ന ദൈവജനത്തിന്മേൽ അത് തുറക്കട്ടെ, അത് തുറക്കട്ടെ. ഞാൻ ഈ വാക്യം പറയുമ്പോൾ എനിക്ക് പൂർണ്ണ പ്രാഗൽഭ്യമുണ്ട് ദൈവം അത് ചെയ്യുമെന്ന് പറയാൻ. കാരണം ഇത് പ്രസംഗിക്കാൻ പോലും അറിവില്ലാത്ത വ്യക്തിയാണ് ഞാൻ. എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നെങ്കിൽ ജ്ഞാനികളായ നിങ്ങളുടെ അകത്ത് എന്റെ ദൈവം ജ്ഞാനത്തിന്റെ വാതിൽ സഭ മുഖാന്തരം ചിലത് അറിയിക്കാൻ പോകുകയാണ്. ഒന്നുകൂടി കഥ പറയുന്നു. ഒന്നുകൂടി കഥ പറയുന്നു. വരും കാലങ്ങളിൽ, വരും സമയങ്ങളിൽ സഭ ചിലതിനെ നിയന്ത്രിക്കാൻ പോകുന്നു. സഭ ചിലതിനെ നിയന്ത്രിക്കാൻ പോകുന്നു. ഉത്തരം കിട്ടാത്ത വിഷയം സഭയിൽ കൂടി ഉത്തരം കിട്ടുന്നത് പോലെ അനേകരെ ദൈവാത്മാവ് ഇവിടെ കൊണ്ടുവന്ന് ഉത്തരം കൊടുക്കാൻ പോകുന്നെന്ന് ആത്മാവ് ഇടപെടുകയാ. ഓ ജീസസ്, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. കഥവ് ശക്തമായി ഇടപെടുകയാ. ജ്ഞാനത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്. അത് യശപ്രവാചകൻ കിടക്കുന്ന ജ്ഞാനത്തിന്റെ ആത്മാവ്, അവൻ ബലത്തിന്റെ ആത്മാവ്. ജ്ഞാനം തരിക മാത്രമല്ല, ബലത്തോടെ അത് നിവർത്തിക്കാൻ, അത് സ്ഥാപിക്കാൻ ഒരധികാരത്തിന്റെ ആത്മമണ്ഡലം. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ദൈവം അത് തുറക്കാൻ പോവുക. സ്തോത്രം. ജ്ഞാനവും പരിജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒത്തിരി ജ്ഞാനികളെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അവർക്ക് കഴിവില്ല. എന്ന സഭയ്ക്കകത്ത് ജ്ഞാനവും പരിജ്ഞാനവും ബലവും 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 അവൻ നിവർത്തിക്കുന്ന ജനം ആത്മാവിൽ എഴുന്നേൽക്കാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. സ്തോത്രം. അടകമനതുരി ശബനറബദ അടകതരകൾ കര ശബനറബദ അടകതരകൾ കര. സ്തോത്രം. ബലത്തിന്റെ ആത്മാവ്. അപ്പൊ അത് എടുക്കണ്ട. യശപ്രവാചകന്റെ പുസ്തകം 11 ഒന്നിട്ടു നിർത്തി ഞാൻ. ഒന്നിട്ടു. അത് 11:1. ആ അടുത്ത വാക്യം, രണ്ടാം വാക്യം വിട്ട്. അതിനെ അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് അവൻ ജ്ഞാനത്തിന്റെ ആത്മാവാണ്, വിവേകത്തിന്റെ ആത്മാവാണ്. അവൻ ആലോചനയുടെ ആത്മാവാണ്. സ്തോത്രം. കഥ പറയുന്നു, ആലോചന ഇല്ലാത്ത സഭയായി ഇത് തീരത്തില്ല. എന്ന് വെച്ച ഇരുട്ടത്ത് തപ്പത്തില്ല. വെളിച്ചമില്ലാത്തവന് ആലോചന പറയാൻ നിന്റെ നാവിന് എന്റെ ദൈവം തൊടാൻ പോകുന്നെന്ന് ആത്മാവ് ഇടപെടുകയാ. സ്തോത്രം. അവിടെ നോക്കണമേ, അവൻ യഹോവ, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്. ചുമ്മാ ആലോചനയല്ല, അത് നിവർത്തിക്കാനുള്ള ബലവും. സ്തോത്രം. സഭ ചിലത് പുറത്തു കൊണ്ടുവരുമെന്നാ പറഞ്ഞു വന്നത്. സ്തോത്രം. സഭ കണ്ട ദർശനം, സഭയ്ക്ക് കിട്ടിയ ദർശനം, നിനക്ക് കിട്ടിയ ദർശനം, അതൊരു ദർശനമായി ഒരു സ്വപ്നം പോലെ ഇരിക്കാതെ അത് നിവർത്തിച്ചു പുറത്തു വരാൻ എന്റെ ദൈവം ബലമയക്കാൻ പോകുന്നു. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നമ്മള് കൊലോസ്യ ലേഖനത്തിൽ തൊട്ട വിഷയം മനുഷ്യന്റെ മനസ്സ് സ്വഭാവവുമായി ബന്ധപ്പെട്ട, ഇവിടെ ജ്ഞാനം കൈകാര്യം ചെയ്യുന്ന മേഖലയും മനസ്സുമായി ബന്ധപ്പെട്ട. ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു. ബലത്തിന്റെ ആത്മാവ് വ്യാപരിച്ച് നിങ്ങൾ ഇന്നുവരെ കേട്ടതും
ഇവിടെ പ്രവചിക്കപ്പെട്ടതുമായ ദൂതുകളുടെ നിവർത്തീകരണങ്ങൾ വരും ദിവസങ്ങളിൽ ആത്മാവ് മുളപ്പിച്ച് അതൊരു പ്രദർശനമാക്കി, ദൈവപ്രവൃത്തിയാക്കി, സാക്ഷ്യമാക്കി ആത്മാവ് കൊണ്ടുവരാൻ പോകുന്നെന്ന് ആത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം. അടുത്തത് പറയാം, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ഇത് യേശുവിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇത് യേശുവിനുണ്ടെങ്കിൽ, അവൻ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഇത് വെളിപ്പെടാതിരിക്കുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സഭ വെളിപ്പെടാൻ പോകുന്നു. സഭ മുഖാന്തരം അറിവായി വരാൻ പോകുന്നു. സ്തോത്രം, സ്തോത്രം. സ്വർഗത്തിലുള്ളത് എന്തെന്ന് കാണാൻ അവിടെ ചെന്നിട്ടല്ല, ഇവിടെ വെച്ച് സഭ മുഖാന്തരം ആത്മാവിൽ തുറക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. അതൊരു ദൂത. സ്തോത്രം, സ്തോത്രം. അവിടെ ചെന്നിട്ടല്ല, അബ്രഹാം ഇവിടുന്ന് നോക്കി കണ്ടതുപോലെ ഇവിടുന്ന് നോക്കിക്കാണാൻ സഭയ്ക്കകത്ത് അരുൾപ്പാടുകളും വെളിപ്പാടുകളും ജ്ഞാനത്തിന്റെ വചനങ്ങളും പ്രദർശനമാകാൻ പോകുന്നു. സ്തോത്രം. എല്ലാ കണ്ണുകളും അടയ്ക്ക്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ബലവാനൊക്കെ അങ്ങ് തകർന്നിട്ടുണ്ട്, അവന്റെ കോട്ട തകർന്നിട്ടുണ്ട്. നീ പുറത്തു വരാൻ പോവുക. സഭ പ്രബലപ്പെട്ട ബലവാനില്ല. സഭ എഴുന്നേറ്റാൽ, സഭയ്ക്കകത്ത് വെളിപ്പാട് വ്യാപരിച്ചാൽ, സഭയ്ക്കകത്ത് ജ്ഞാനം വ്യാപരിച്ചാൽ പിന്നെ ഒരു ബലവാനില്ല. സ്തോത്രം. അവിടെ നമ്മൾ വായിച്ച, അവനിലും ബലവാനായവൻ വന്ന് അവന്റെ ആയുധവർഗം പിടിച്ചെടുക്കുമെന്ന. ഇന്ന് രാത്രി അവനിലും ബലവാനായവൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചോ, അവന്റെ ആയുധത്തെ ഒടിച്ച്. അവൻ ഈ പ്രവാചക പുസ്തകം എസെക്കിയേലിലേക്ക് തെടുകണ്ട ഒരു വാക്യമുണ്ട്. ഇനി വാൾ പിടിക്കാൻ കഴിയാതിരിക്കേണ്ടതിന് ഫറവോന്റെ ഭുജത്തെ ഞാൻ ഒടിച്ചു കളയും. എന്നിട്ട് അടുത്ത വാക്യം കിടക്കുന്നത്, ഇനി ഞാൻ മരുന്ന് വെച്ച് കെട്ടത്തില്ല എന്ന് വെച്ചാൽ ദൈവം ദേശത്തിന്റെ വാഴ്ചയെ എന്നേക്കുമായി ഒടിച്ച് ദേശത്തിനു നടുവിൽ പ്രബലപ്പെട്ടെഴുന്നേൽക്കാൻ ആത്മാവ് ശക്തീകരിക്കാൻ പോകുന്നു. കണ്ണുകൾ അടയ്ക്കാം. കർത്താവേ, ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളുണ്ട്, കർത്താവേ അവരെ സൗഖ്യമാക്കണമേ, അവർ വിടുവിക്കപ്പെടട്ടെ. കർത്താവേ, ഭാരത്തോടെ വന്നവരുണ്ട്, മാനസിക ബുദ്ധിമുട്ടുള്ളവരുണ്ട്, സാമ്പത്തിക ഭാരമുള്ളവരുണ്ട്, അവരുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുത കർത്താവ് ചെയ്യും. അനുഗ്രഹിച്ചത് കൊണ്ടും നന്ദി. സഭയ്ക്കായി, അഭിഷിക്തന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് യൂത്തിനായി പ്രാർത്ഥിക്കുന്നു. വർഷിപ്പ് ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. വിശ്വാസികൾക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സഭ പ്രാർത്ഥിച്ച് ജയമെടുക്കുകയാണ്. അത്ഭുതങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ, സാക്ഷ്യങ്ങൾ പരസ്യമായി പുറത്തു വരട്ടെ. സഭ ദേശത്ത് വർദ്ധിക്കട്ടെ, സഭ ദേശത്ത് തുറക്കട്ടെ. സഭ മുഖാന്തരം ദൈവിക അറിവുകൾ ഇവിടെ വ്യാപരിക്കട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. സമയം അനുവദിച്ച കർത്താവിന്റെ ദാസനോടും ദൈവസഭയോടും ഞാൻ നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു.